5-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും നമുക്ക് പരിചയമുള്ള വാക്യങ്ങൾ വായിക്കാം. 5-11. ഇനി ആരും വായിച്ചിട്ടില്ല, എല്ലാവരും നോക്കണം. നമ്മളങ്ങനെ വായിച്ചിട്ട് പറയുന്നത് മനസ്സിലാക്കുക, വായിക്കുന്നത് മനസ്സിലാക്കുക, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ദൈവം അനുഗ്രഹിക്കും. വായിക്കുകളുണ്ട് എന്ന ദൈവവാസം ഓർപ്പിച്ചത്. അതുകൊണ്ട് പകല് മെസ്സേജ് കേൾക്കുന്ന ഭാരപ്പെടുന്നുണ്ട്. മെസ്സേജ് പറഞ്ഞ് അതിനെ ഫലിപ്പിച്ച് വലിയ എന്തോ ഒരാളാകുക എന്നുള്ളതല്ല, ആത്മസാന്നിധ്യം പറഞ്ഞാൽ ദൈവം തരുന്ന വെളിപ്പാടിനകത്ത് മെസ്സേജ് പറയാനൊരു കൺവെൻഷൻ പേര് മെസ്സേജ് പറയാം, നന്നായിട്ട് മെസ്സേജ് പറയാം. അവൻ ഇതൊരു പബ്ലിക് മിനിസ്റ്റർ നല്ലപോലെ മെസ്സേജ് പറയാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, ഇത് ഒരു ഫാസ്റ്റ് പ്രയറാണ്. വചനത്തിൻ്റെ പ്രഘോഷണമുണ്ട്, വചനത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. അവൻ വചന പ്രഘോഷണമാണ് നമ്മുടെ വേദികളിൽ കേൾക്കുന്നത്. വചന പ്രഘോഷണവും ഉണ്ട്, വചന ശുശ്രൂഷയുണ്ട്. ഇന്ന് പകൽ ഇതൊരു ഫാസ്റ്റ് പ്രയർ ആയതുകൊണ്ട് ഇവിടെ വചന പ്രഘോഷണമല്ല, വചനത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം ഇറങ്ങി, ദൈവം ഇറങ്ങി നമ്മെ ശുശ്രൂഷിക്കുന്ന ഒരു പകലാണിത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രസംഗത്തിന്റെ ശൈലി അനുസരിച്ചുള്ള ഒരു കാര്യവും ഇന്ന് പകല് ഇതിനകത്ത് ഉണ്ടായില്ലെന്ന് വരും. അവനെങ്കിലും നിങ്ങൾ അതിനെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നോക്കുക, ആത്മസാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെ പിടിക്കുക. അവൻ അതൊരു അനുഗ്രഹമായി വെളിപ്പെടും. ദൈവദാസൻ പ്രസംഗിക്കുന്നതുകൊണ്ട് ആ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ആത്മാവിന്റെ ഒഴുക്കിനെ അത് തടയില് അവൻ പ്രസംഗിക്കാനായിട്ടോ ദൂത് പറയാനായിട്ടോ ആരുടെ സ്തോത്രത്തിന്റെ ആവശ്യമില്ല. അവൻ എന്നെ കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ആവശ്യവുമില്ല. ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും, 4:30 വരെ വേണമെങ്കിൽ ഇതേ ഒഴിപ്പിക്കല് നിൽക്കുവാൻ തക്കവണ്ണം ഒഴുക്ക് വന്നുകൊണ്ടിരിക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അതല്ല, വരുന്ന ദൂതുകളെ റിസീവ് ചെയ്യുന്നവരാരാണ്, അതിനെ പിടിക്കുന്നവരാരാണ്, ആ ദൂതുകളുമായി വെളിപ്പാട് സഞ്ചരിക്കുന്നവരാണ്, അവരെയാണ് നമ്മുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഒരു ഇന്നലെ മറ്റൊരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ പോയി, വലിയൊരു ചർച്ച ഇതിനൊക്കെ നമ്മൾ വലിയൊരു ചർച്ച, ഇതിനൊക്കെ ആത്മാക്കളുണ്ടായിരുന്നു. പക്ഷെ പകലത്തെ സെക്ഷനിൽ ഞാൻ കൂടെ വന്ന സഹോദരനോട് സ്ഥലം ഉണ്ടാക്കാന്ന് പറഞ്ഞു. എൻ്റെ ഭാഷ ഭയങ്കര പാട്. അവൻ ഇവിടെ കയറി വന്നപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളാണെന്ന് ഒത്തിരി സന്തോഷമാണ്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്യാവശ്യം എല്ലാ സെറ്റപ്പും എല്ലാവരും ഉണ്ട്. പിന്നെന്തോ പിടിക്കാനാണ്. പിന്നെ ഞാനൊരു പരുവത്തി വൈകോടെ തന്നു. എന്നിട്ട് പോകാനാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ആത്മമണ്ഡലം പിടിക്കുന്ന ദൈവസഭ ദൈവജനം ഒരാള് മതി, അവിടെ ഒരു ചലനം ഉണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അഭിഷേകമൊക്കെ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഒത്തിരി കേട്ട വചനമാണ്, ഒരുപാട് കേട്ട. സാധാരണഗതിയിൽ ഉപവാസ പ്രാർത്ഥനകൾക്കൊക്കെ എല്ലാ ദൈവദാസന്മാരും വളരെ ശക്തമായിട്ട് ശുശ്രൂഷിക്കുകയും ഇതിൻ്റെ ദൂതുകളെ ഈ വചനം വായിച്ചപ്പോഴേ ഉപദേശം എന്താ പറയുന്നതെല്ലാം സ്വതന്ത്രം ചിന്തിച്ചിട്ട് അതിന് പറഞ്ഞ് ആശീർവാദം പറഞ്ഞു വരുന്നതാണ് അല്ലേ. ഇന്ന രീതിയിൽ കൂടെ പോകണം. നമുക്കറിയാം, 2 ജനല, 4 സേവകര്, 2 പടയാളികള്, ഉറക്കം, വാതില്, പിന്നെ പട്ടണവാതില് മുട്ടുന്നു തുറക്കുന്നു അല്ലേ. ഇങ്ങനെ ഇതിനെ ആശീർവാദം പറഞ്ഞു വരുന്നതിനാണ് ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇതിനകത്തൂടെ എനിക്ക് തന്ന ഒരു വെളിപ്പാട്, അത് ആത്മതലമാണ്. ആ വെളിപ്പാട് ഒന്ന് കൈമാറി ആ വെളിപ്പാടിലൂടെ നമുക്കൊന്ന് ഒരുമിച്ച് സഞ്ചരിപ്പാൻ ഇന്ന് നമ്മളിങ്ങനെ വായിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ സഭ വളരെ ശക്തി ആർജിച്ചു വന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഭരണാധികാരിയായ ഹെരോദാവ് അവന്റെ മീതെ പിശാചിറങ്ങിയിട്ട് സഭയ്ക്കെതിരെ പീഡകൾ അഴിച്ചുവിട്ടു. വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഭക്തനെ വാളുകൊണ്ട് കൊന്നു. അവനെ വാളുകൊണ്ട് കൊന്നപ്പോൾ യഹൂദന്മാർക്ക് അത് പ്രസാദമായി എന്ന് തിരുവെടുത്ത് പറയുന്നു. ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ പ്രശംസിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാകും. ഹെരോദാവിനും അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് അടുത്ത ആളിനെ പിടിച്ച്, പത്രോസ് എന്ന് പറയുന്ന അഭിഷേകനെ പിടിച്ച് കാരാഗൃഹത്തിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ പിറ്റേ ദിവസം പെസഹ ആയതുകൊണ്ട് ഒരു ദിവസം കൂടെ അവൻ ആയുസ് നീട്ടിക്കൊടുത്ത മരണം വിധിക്കപ്പെട്ടവനായി കാരാഗൃഹത്തിനകത്ത് പത്രോസ് കിടക്കുന്നു. ഇതാണ് എന്റെ പ്രമേയം. കാരാഗൃഹത്തിനകത്ത് പത്രോസ് കിടക്കുക. അപ്പം ഒരു ദുഃഖം സഭ ഫേസ് ചെയ്തതോടെ ഈ ദുഃഖത്തിന് മീതെ അടുത്ത ദുഃഖം വരാൻ പോകും. ആ
അത് വരരുത്. അത് വരില്ല. സഭയൊക്കെ നടന്ന ഒരു തീരുമാനമെടുത്തു, അത് വരാൻ പാടില്ല. അപ്പൊ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ വീട്ടിൽ സഭ ഒരുമിച്ച് കൂടി. സഭ ഒരുമിച്ച് കൂടിയിട്ട് ചെയ്ത കാര്യമാണ് 5-ാം വാക്യത്തിൽ വായിച്ചത്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ശ്രദ്ധിക്കണം. പത്രോസെല്ലാം വിളിക്കപ്പെട്ട സഭ പ്രാർത്ഥിച്ചു. ഈ സഭയുടെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയായിരുന്നു? ശ്രദ്ധയോടാണ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ എന്നാൽ ആ പ്രാർത്ഥനയിൽ ഒരു നിലവാരം ഉണ്ടായി. പ്രാർത്ഥന ഒത്തിരി രീതിയിലുണ്ടല്ലോ. ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളവരെ പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ നാമത്തിൽ ലഭിച്ച ഭക്ഷണത്തിനായി സ്തോത്രം. മുഖാന്തരമായ കരങ്ങളെ അനുഗ്രഹിക്കണം. ആഴ്ചശക്തി യേശുവിൻ നാമത്തിലാണ്. അതിനൊക്കെ ഒരു ആത്മസംഖ്യയൊക്കെ വ്യാപിച്ചു. എല്ലാ വീടുകളിലും സഭയ്ക്ക് പ്രാർത്ഥന ഉണ്ടല്ലേ? അപ്പനും മക്കളും വീട്ടിലുള്ളവരൊക്കെ കൂടിയിരുന്ന അവൻ പാട്ടുമൊക്കെ പാടി വേദോത്സവമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചോണം. മിക്ക ദിവസങ്ങളും ചിലരുടെ പ്രാർത്ഥനകൾ ഒരേ ശൈലിയാണ് അല്ലെ? കൂടെ വന്ന് ഇതുപോലുള്ള കൊച്ചു പിള്ളേരെ കൊണ്ട് അവരോട് അടുത്തതുണ്ട് അതിൽ അവരെ കൃത്യമായിട്ട് വരെ എന്റെ സ്ഥലത്ത് കൊടുക്കുക. കാരണം അതൊരു നമ്മുടെ വൈകാട്ടം നമ്മുടെ അകത്ത് കിടക്കുന്ന സാധനം. അവിടെ എൻ്റെ കഥ കേട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു ജാതികനായ പയ്യൻ, ഒരു പെന്തക്കോസ്തുകാരനായ പയ്യൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെന്നു. അവിടെ പാർക്കാനായിട്ട് ഒരു രാത്രി ചെന്നു. അപ്പോൾ സന്ധ്യപ്രാർത്ഥനയ്ക്ക് മറ്റവരെ നമുക്ക് മടുപ്പായി. കാരണം അവനങ്ങനെ ഇരുന്നിട്ടില്ല. അവന് മടുപ്പായപ്പോൾ അവനിങ്ങനെ ഉറക്കുക. രണ്ടുപേരും ഉറങ്ങി. മറ്റേ പയ്യൻ ഉറങ്ങിയില്ല, വീട്ടിലെ പയ്യൻ ഉറങ്ങിയപ്പം ആ വന്ന കൂട്ടുകാരൻ പയ്യൻ അവനെ ഇങ്ങനെ തോണ്ടിക്ക് ചോദിച്ചു, ഇതെപ്പോഴാണ് തീരുന്നത്? ഉടനെ വീട്ടിലെ മോൻ ചോദിച്ചു, ചെങ്കടലിൽ കടന്നു ചോദിച്ചു. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ തീരും. അക്കത്തെ മുമ്പിൽ എത്തി കഴിയുമ്പോൾ മിക്കവാറും, കാരണം അവന്റെ മെമ്മറിയിലുണ്ടത് ഇതൊന്നും കേൾക്കുകയല്ലേ. അവൻ പാറ പോലെ താഴെ എഴുതുന്നതും അവർ നിലവിളിക്കോട് വരിക. ഇതെല്ലാം ഒരു ബുദ്ധിന്ന് വരുന്ന ഒരു സാധനമല്ലേ? പൗലോസ് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. നമ്മളൊരു നിർണായക ഘട്ടത്തിൽ ഒരു ഡെലിവറൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ വെളിപ്പെടുന്നത് ശരിക്കും ഒരു ബുദ്ധിയുടെ പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ചത് ആത്മാവിന്റെ പ്രാർത്ഥന. കാരണം ഇതൊരു ബുദ്ധിമുട്ട്. പത്രോസിനെ വിടുവിക്കണേ, വിടുവിക്കുന്നതിനായി അങ്ങനെ പ്രാർത്ഥിച്ച് വിടാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഇത് ഇരുന്ന് ആത്മാവിൽ പിടിക്കേണ്ട വിഷയമാണ്. കാരണം ഒരു മനുഷ്യന്റെ പ്രാണന് അവൻ ടൈം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അധികാരം, അവൻ ഒരു ദേശത്ത് മുഴുവനത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ലാഘവത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അതിന്റെ നടുവിൽ വെളിപ്പെട്ട് വരുന്ന പ്രാർത്ഥന ആത്മാവിന്റെ പ്രാർത്ഥനയായിരിക്കും. കാരണം ഒരുവന്റെ പ്രാണനെ അവൻ വിധി പറഞ്ഞ അന്ധകാരം തകർക്കപ്പെടുവാനുള്ള പ്രാർത്ഥന ഒരു നിസ്സാര പ്രാർത്ഥനയല്ല, അതൊരു പോരാട്ട പ്രാർത്ഥനയാണ്. ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാൽ ഇന്ന് പകരം അസാധ്യമെന്ന് വിധി പറഞ്ഞു വെച്ചോ പല നിയമകുരുക്കുകൾ, സാത്താന്റെ സംവിധാനങ്ങൾ ഇതിനകത്ത് അഴിഞ്ഞു വരാനിടയാകും. പോരാടി പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവരിനകത്തിരിപ്പുണ്ട്. ഒത്തിരി പേരില്ല, ചില പ്രിയപ്പെട്ടവരിനകത്തുണ്ട്. നിങ്ങളിൽ നിന്ന് പ്രഭാവനം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യത്തക്കവണ്ണം ആത്മാവിന്റെ വലിയൊരു തലം ഈ സഭയ്ക്കകത്ത് തുറന്നു വരട്ടെ. ആത്മാവിന്റെ തലങ്ങളിൽ കയറി പോരാടി പ്രാർത്ഥിക്കുന്ന അവൻ പ്രാർത്ഥന പോരാളികളെ ഈ ഉപവാസത്തിന്റെ 4ാം പകല് ദൈവാത്മാവിനകത്ത് സജ്ജമാക്കുകയാണ്. കർത്താവേ, അങ്ങനെ ഉള്ളവരല്ലേ ഒരു തീവ്രതയുള്ളവരെ പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാരണം വലിയ നിർണായക വിഷയങ്ങളെ പിടിക്കുമ്പം ലാഘവത്തോടൊരു പ്രാർത്ഥന നമുക്ക് പറ്റുകയില്ല. ഒരാളി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ലാംഗ്വേജൊക്കെ മാറും, നമ്മൾ സംസാരിക്കുന്ന മാതൃഭാഷയൊക്കെ മാറും. സ്വർഗീയ ഭാഷകളിലായിരിക്കും നമ്മൾ ആ പ്രാർത്ഥന, പോരാട്ട പ്രാർത്ഥന നടത്തുന്നത്. ഞാൻ എൻ്റെ സഭയിൽ ചില സമയങ്ങളൊക്കെ കുറേ സഹോദരന്മാർ സഭയിലുള്ള കുഞ്ഞു സ്ഥലങ്ങളൊക്കെ വിളിക്കും. ഒരു 10-12 പേര് കൂടി ഞാൻ കൂടത്തില്ല. എന്നിട്ട് അവരെ വിളിച്ച് അവർക്കുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവരെ വിളിച്ച് ഹാളിനകത്ത് ഇങ്ങനെ വട്ടം ഇരുത്തിട്ട് ഞങ്ങൾ രാവിലെ ഒരു 10 മണി മുതൽ ഒരു 2-2:30 സമയം വരെ അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കാറുണ്ട്. മലയാളം പറയുന്നത് ഞാൻ ഇറക്കിക്കൊടുക്കും. ആദ്യം പറയും ഒറ്റ ഒരു വ്യക്തി പോലെയായിരുന്നു മലയാളം പറയുന്നത്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. ഈ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് കയറുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ശരീരം ഒരു സ്ഥലത്തിരിക്കും, പക്ഷെ നമ്മുടെ ആത്മാവ് ഒത്തിരി ദൂരങ്ങളെ സംഭവിക്കും. ഓരോ ശരിക്കും പറഞ്ഞല്ലോ, ഞാൻ ജഡം കൊണ്ട് ദൂരസ്ഥലെങ്കിലും ശരീരം കൊണ്ട് ദൂരസ്ഥലെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥലം. ആ ഒരു ലെവൽ, അത് വെളിപ്പാടുള്ള ലെവലിലേക്ക് കയറുന്ന ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്തുള്ള ഒരു പെൺകുട്ടി, അവള് മാൾട്ടയിലാണ് വിവാഹം കഴിഞ്ഞ് പഠനത്തിന് വേണ്ടി പോയതാണ്, ഉപരിപഠനത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവൾ നല്ല ആത്മീക കാഴ്ചപ്പാടുള്ള ഒരു കൊച്ചാണ്. ഡിപ്രഷനിലായി ഒരു ഹാളിനകത്ത്, ഒരു റൂമിനകത്ത് 3 വർഷം അടയ്ക്കപ്പെട്ടതാണ്. ആത്മഹത്യ മാത്രമല്ല, പല്ല് തരത്തിൽ കുടിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, അങ്ങനെ അടഞ്ഞ ഒരു മുറിക്കകത്ത് കിടന്ന് കൃപയാൽ ഒത്തിരി കൗൺസിലിങ്ങിനൊക്കെ കൊണ്ട് ഒരു വിടുതലൊന്നും ആയില്ല. എന്നാൽ കൃപയാൽ 45 മിനിറ്റ് ആ ഭവനത്തിൽ വചനം പറഞ്ഞപ്പോൾ ഒരു ഡെലിവറൻസ് കർത്താവ് അയച്ചു. ഇപ്പം ഞാൻ നല്ല ബന്ധം ഭവനമായിട്ടുണ്ട്. അവിടെ വിവാഹം വരെ ആ ഒറ്റ വർഷത്തിനകത്ത് കർത്താവ് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവള് മാൾട്ടയിലാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ എന്നോട് ഒരു മാസങ്ങൾ ഒറ്റ വലിയ ഫാമിലിയൊക്കെ, പക്ഷെ പറഞ്ഞൊരു കാര്യം ഒത്തിരി കേട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞൊരു കാര്യം, മാസങ്ങളെ ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രയാസമില്ല, നമ്മളെ പ്രയാസം എന്ന് പറയുന്നത്, എനിക്ക് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കാൻ പറ്റിയ ഒരു ആരാധനാ സ്ഥലം ഇവിടെയില്ല. മാൾട്ടയിൽ ഗോസ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അവൾ പറഞ്ഞു. ഞാൻ പോയിട്ട് എനിക്കറിയത്തില്ല, ആ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആദ്യം ഒരു ആരാധന ഉണ്ട്. ആരാധിച്ച സ്ഥലത്തെ ചുറ്റും ഫ്ലാറ്റിലുള്ളവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ തൽക്കാലം ഒന്ന് മാറണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ഗോസയിൽ ചെന്നപ്പോൾ അവിടെ ആരാധിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്നോട് പറഞ്ഞത്, പ്രാർത്ഥിക്കണം, ദൈവം ഒരു വഴി ഒരുക്കണം. ഓൾറെഡി അവിടെ ഹസ്ബൻഡ് ഓടാണ്. അപ്പോൾ എല്ലാവരും ഒരു യാത്ര ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആത്മാവിനെ കുറിച്ച്, കാരണം ഒരു വേറെ ഒരു സാമ്പത്തിക ഡെലിവറൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലപ്പം കുറച്ച് സമയം കഴിഞ്ഞ് പ്രാർത്ഥിക്കുക, അല്ലെ വേറൊരു ഏതൊരു ഭൗതിക വിഷയമാണ് ഇപ്പം കഴിഞ്ഞ പ്രാർത്ഥിക്കുന്നത്. ഈ ആരാധനയുടെ ദാഹം ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ പ്രാർത്ഥിക്കും. അന്ന് തന്നെ പ്രാർത്ഥിക്കും, അന്ന് രാത്രി തന്നെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാനിരുന്നപ്പം കുറേ സമയങ്ങൾ ആത്മാവിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പം കൃപയാൽ ഒരു തടാകം, ആ തടാകത്തിൻ്റെ സമീപം കുറച്ച് ഫ്ലാറ്റുകൾ, അതിൻ്റെ അങ്ങനെ കുറച്ച് സംവിധാനങ്ങൾ, ആ ഒരു മേഖല ദൈവാത്മാവിൻ്റെ വെളിപ്പാടിൽ ഇങ്ങനെ എൻ്റെ മുൻപിൽ കാണിക്കുകയും ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞത്, ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫ്ലാറ്റിലെ ഇതിനകത്ത് അവർക്ക് ആരാധന വരും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്നോട് കാര്യങ്ങൾ പറയാം. സ്തോത്രം. ഞാൻ ആ വെളിപ്പാടെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ സമാഹരിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ വിളിച്ചു പറഞ്ഞോളെ, ഇന്ന പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ അത് കണ്ടിട്ടില്ല സ്ഥലം, ഇന്ന പോലെ സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾക്ക് ആരാധന. ദൈവത്തിൻ്റെ കൃപയാൽ 11ാമത്തെ ദിവസം ഒരു ദൈവത്തിൻ്റെ ദാസജോലിയോടുകൂടി അവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ ബിൽഡിംഗ് എടുത്ത് അവിടെ ആരാധന തുടങ്ങി. ഇപ്പോൾ ആ സഭയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഫാമിലി, ഈ മകളും അവിടെ ഹസ്ബൻഡും. സ്തോത്രം. അവൾ മാൾട്ടായി കൊണ്ട് 1 വർഷമായി. ഇതുവരെ മാൾട്ട അത് എഴുതാൻ പോലും എനിക്കറിയത്തില്ല. പക്ഷെ അവൾ കാണുന്നതിന് മുമ്പ് അവിടുത്തെ സ്ഥലം നമ്മൾ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കണ്ടോ? വെളിപ്പാടിൽ ഒരു സഞ്ചാരപാതയുണ്ട്, ആത്മാവിൻ്റെ ഒരു സഞ്ചാരപാതയുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓരോ സമയം ഘട്ടത്തിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ പോരാട്ടം ചില പ്രകാരമല്ല. പോരാട്ടം ആത്മാവിലാണ്. അപ്പം ഈ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊലോസിലേഖനത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ട് 6:12. നിങ്ങൾ ഒരുത്തനായ എപ്പഫ്രാസ്, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന, നിങ്ങൾ തികവുള്ളവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവർക്കായി തീരേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. പോരാട്ടത്തിന്റെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയേക്കാൾ അല്പം കൂടെ ഉയർന്ന ലെവലാണ്.
ഈ പോരാട്ട പ്രാർത്ഥനക്കാർക്ക് അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഒരു ഗുണമാണ് നല്ലൊരു വിഷൻ ഉണ്ടാകുക. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ ജയം. അവൻ അങ്ങനെ ഇല്ലാത്തവരുടെ മേൽ ഇത് പകരാക്കുന്ന നമ്മുടെ പകരം. എന്റെ മനസ്സിൽ ഏറ്റവും അധികം ആത്മാവ് ജനത്തിന് വേണ്ടി പകർന്ന ഒരു കൃപാവൻ ഞാൻ കണ്ടത് വെളിപ്പാടിന്റെ തലവാസം, കാഴ്ചപ്പാടുകൾ, വെളിപ്പാടുകൾ. ഇവരെ കിടന്നിരുന്ന ഒരു സ്വപ്നം കാണുന്ന കാര്യം മാത്രമല്ല, ഒരു ദർശനമല്ല, വെളിപ്പാടുകൾ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദൈവദാസം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവൻ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ അവൻ ദൈവം ചില കാഴ്ചപ്പാടുകളെ കാണിക്കും വിധം അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്ന ഒരു ലെവൽ. ഇന്ന് പകലും എന്റെ ദൈവം അത് ചെയ്യാൻ പോവാ. അവൻ നമ്മുടെ ഈ അകക്കുന്നത് നല്ലൊരു വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ പരാജയ മേഖലകൾ വന്നാലും നമ്മൾ ജയിക്കും. ഈ വെളിപ്പാടിൽ ഭയങ്കര പാടാണ്. സ്തോത്രം. ആരൊക്കെ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനും സഹോദരി സഹോദര എല്ലാം റെഡിയാകുമെന്നൊക്കെ പറഞ്ഞാലും ചില സമയങ്ങളിൽ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡൗൺ ആയി. പക്ഷെ ആരും നമ്മളെ ആശ്വസിപ്പിക്കാനില്ലെങ്കിലും തമ്പുരാൻ തന്റെ ഒരു വെളിപ്പാട് നമ്മൾ മൂവ് ചെയ്യുന്നെങ്കിൽ അവൻ അത് നമ്മളെ കത്തിക്കും. സ്തോത്രം സ്തോത്രം. ഞാനൊരു ചർച്ചയിൽ ഇങ്ങനെ രക്ഷയുടെ സമയത്ത് ഈ ഞാൻ നന്നായിട്ട് മദ്യം കഴിക്കും. കൊച്ചു പ്രായത്തിൽ 17 വയസ്സ് കഴിക്കുമ്പോൾ മദ്യം കഴിക്കും, സിഗരറ്റ് വലിക്കും, പിന്നെ കഞ്ചാവ് വലിക്കും. അതൊക്കെ ആയി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നോട്ടത്തിൽ പോയി കൽക്കട്ടയിലാണ് പോയി. കൽക്കട്ട പോയി കുറച്ച് വർഷം അവിടെ താമസിച്ചു. അവിടെ ചെന്നപ്പോഴത്തേന് എനിക്ക് അവിടെ വലിയൊരു ബമ്പർ അടിച്ച പോലെ ആയിപ്പോയി. കാരണം ഇവിടെ ഒത്തിരി വില കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം അവിടെ നിസ്സാരമായിരുന്നു, നിർത്താനാകുമോ? അവിടെ ചിലപ്പോൾ സുലഭമായിട്ട് ഇവിടെ വീടി വെച്ച് വരിക, അവിടെ ചിലപ്പോൾ പൈപ്പിനാണ് വെച്ചത്. പിന്നെ ഒരു വീഴ്ച കിടന്നു കഴിഞ്ഞാൽ എവിടെ അറിയില്ല. മദ്യപിച്ച് അവരുടെ ദാവുകളിലൊക്കെ ഇങ്ങനെ വീട് കിടക്കും. ഈ ചള്ളയൊക്കെ പിടിച്ച സ്ഥലം അവിടെയൊക്കെ വീട് കിടക്കും. നായൊക്കെ വന്ന് ദേഹത്ത് ഇങ്ങനെ ഈ വേസ്റ്റൊക്കെ നക്കിപ്പോയാണ് കൊടുക്കുന്നത്. അതിനെ ഓടിക്കാൻ പോലും നമ്മുടെ കയ്യിൽ വിലയില്ല. അങ്ങനെ നശിച്ച് വല്ലാത്തൊരു പരുവത്തിലായിട്ട് നാട്ടിൽ വന്ന് ഞാനൊരു ഡിപ്രഷൻ്റെ അനുഭവത്തിലേക്ക് എത്തി. അതുകൊണ്ട് ആ നിലവിലുള്ള ഒത്തിരി പേരെ കർത്താവ് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം തരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ പോലെ പല്ലുതേക്കാൻ മറന്നു ആഹാരം കഴിയും. എപ്പോഴും എന്തോ ആലോചിച്ച് മണത്തിലേക്ക് നോക്കിയിരിക്കുക. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സഹോദരി വീട്ടിൽ വന്നു. അവരുടെ ദർശനപ്രകാരം വീട്ടിൽ വന്നു. ഒരുത്തൻ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവരെ വിളിക്കണം. അദ്ദേഹം വന്നിട്ട് ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം ആ വർക്കാണ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞത് വർക്ക് ഇഷ്ടപ്പെടുന്നത് നീ വരണം, പരിചയമുള്ളവരാണ്, വരണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി നേരെ ചങ്ങനാശ്ശേരി കൊണ്ടുപോയി. മറ്റൊരു സ്ഥലത്ത് അവർ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ഇതുപോലൊരു ഫാസ്റ്റ് പ്രയർ കൊണ്ടുപോയി. 300-350 പേരെ ആരാധിക്കുന്ന ഒരു സ്ഥലം. ഒരു 10-15 ദൈവദാസന്മാരിരിക്കുക. അതിൽ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ അന്ന് ഗൗരവക്കാരനാണ്. അന്ന് അദ്ദേഹത്തോടെ പ്രസംഗിക്കും. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുക. ഞാൻ ഏറ്റവും ബാധിക്കുന്നില്ല. ആ സഭയിലെ പാസ് സിംഹം ഗർജിക്കുന്ന പോലെ ശബ്ദമുള്ള ഒരു പാസ്. അദ്ദേഹം നടുക്കൂടാക്കി വന്ന ചേട്ടൻ വിളിച്ചു, മോൻ്റെ പേരില്ല. ഞാൻ പറഞ്ഞ എൻ്റെ പേര് വിളിച്ചു. ഞാൻ പേടിച്ചു പോയി അദ്ദേഹത്തിന് സൗണ്ട് കേട്ടത്. എന്നോട് പറഞ്ഞ് കണ്ണടച്ച് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണുറന്നിരിക്കുക, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സീവൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ എന്നുള്ള പാട്ട് പാടുക. ഈ പാടിക്കൊണ്ട് പെങ്ങനത് ഞാനൊരു മുണ്ട് ഒരു നീല ഷർട്ട് ഇട്ടുകൊണ്ട് വായിച്ചിരിക്കുക. അവിടെ നിന്ന് ഞാൻ എങ്ങനെയാണ് നടത്തില്ല പാസ്സേ ഈ അഭിഷക്തന്മാർ നിൽക്കുന്നുണ്ട് വന്ന് ഞാൻ കാല് തട്ടി വീണ് ഈ കയറ് കൊണ്ടുള്ള കാൽപ്പെടണം. അതിൽ എൻ്റെ നെറ്റി പൊട്ടി ബ്ലഡ് താഴോട്ട് വരിക. ഞാനിങ്ങനെ വീണ് താഴെ കിടക്കുമ്പോൾ ഈ ജനത്തെ ഇങ്ങനെ ഇവിടെ പാസമായിരിക്കുന്നുണ്ട്. ജനത്തെ നോക്കുക. ജനത്തെ നോക്കിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ജനത്തിൻ്റെ മുകളിൽ ഒരു ഭയങ്കര തീ കത്തിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും തീ കത്തുന്നു. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് അല്പം ഗ്രാഹ്യമുണ്ട്. ഞാൻ ഈ നാടകം എഴുതുകയും നാടകം അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ബൈബിളിലെ പീലാത്തോസിൻ്റെ നാടകമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം ധാരാളം ബൈബിൾ വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എനിക്കറിയാം. ഞാൻ അവിടെ നിന്നിട്ട് ഈ സ്തോത്രം എനിക്ക് മനസ്സിലായി ഈ ജനത്തിൻ്റെ മുകളിൽ കത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആര് പറഞ്ഞാൽ അതിന് എനിക്കത് ബോധ്യപ്പെട്ടു. പരിശുദ്ധാത്മാവാണ്. അപ്പം ഞാൻ തീരുമാനിച്ചേക്കുന്നത് ഞാൻ അവിടെ ഇരുന്നൊരു കാര്യം പറഞ്ഞു. വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഭൂതം കഴിഞ്ഞ് വീഴുന്നത്. എൻ്റെ മുമ്പിലൊക്കെ ഭൂതം കിടന്ന അലവുക.
ദൈവദാസന്മാർ പലരും പോയി ഇങ്ങനെ സൗഖ്യമാക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, അഭിഷേകം പ്രാപിക്കുന്നു, ഭയങ്കര ഡെലിവറൻസ് നടക്കുക. ഇതിന് നടുവിൽ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല. കീബോർഡ് വെച്ച് ഇങ്ങനെ നേരപ്പിക്കുന്നു. ഇതെല്ലാം ആരും നമ്മളെ നോക്കുന്നത്. ഞാനവിടെ മുട്ടുകുത്തിയിരുന്നത് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇപ്പോഴീ കണ്ടത് പരിശുദ്ധാത്മാവാണെങ്കിൽ എനിക്കത് വേണം. കാരണം ഞാൻ തകർന്നവൻ, ഞാൻ ആളുകൾ നിലവിളിക്കുക, എൻ്റെ നിലവിളിക്കാരും കേൾക്കുന്നില്ല. എനിക്കത് വേണം. ഇതെനിക്ക് ലഭ്യമായില്ലെങ്കിൽ, ജീവിക്കുന്ന ഒരു ദൈവമില്ലെങ്കിൽ, ഇന്ന് കോട്ടയത്ത് നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നത് റെയിൽവേ ട്രാക്കിലേക്കായിരിക്കും. അവിടെ തല വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് 22ാമത്തെ വയസ്സിൽ ഒരു തീരുമാനമുണ്ട്. ഈ പായിൽ നിന്ന് എന്റെ ദൈവം തൊട്ടില്ലെങ്കിൽ ഒരു ദൈവമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പോകുന്ന അങ്ങോട്ടാണ്. അത് ഉറച്ച തീരുമാനമാണ്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ക്രീനിന്റെ ഒപ്പം വലിപ്പമുള്ള ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കട്ട പോലെ ഒരു തീക്കട്ട ഈ ഹാളിന്റെ ബാഗിൽ ഞാൻ കണ്ടു പോയി. വീട്ടിൽ ഞാൻ കണ്ണടച്ചപ്പോഴാണ് രണ്ടാമത് കണ്ണ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാളിന്റെ മധ്യഭാഗത്ത് കണ്ടു. അവൻ പ്രിയരെ, മൂന്നാമത് ഇത് അവൻ പാഞ്ഞു വരിക, ഇങ്ങനെ നേരെ പാഞ്ഞു വരിക. പാഞ്ഞു വന്നതിന്റെ മേലിൽ കാണിച്ചു. പക്ഷെ ഞാൻ ആഗ്രഹിക്കും, ഞാൻ പൊള്ളിപ്പോകുന്ന ആഗ്രഹിക്കാം. പക്ഷെ ഒരു എൻ്റെ ശരീരം മൊത്തം ഒരു തണുത്ത് ഫ്രീസായി പോകുന്ന ഞാൻ അവിടുന്ന് തെറിച്ച് ഒരു അത്രയും ദൂരം എന്നെ കൊണ്ടുപോയ ആൾക്കാരെന്ന് പറഞ്ഞത് ഞാൻ 2.5 മണിക്കൂർ എഴുന്നേറ്റ് വരും. 2.5 മണിക്കൂർ അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെയോ വായൽക്കൂടി ഇങ്ങനെ പുറത്ത് പോകുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് അവർ പറയും. പക്ഷെ എനിക്ക് അവിടെ കിടന്ന കാലം ഒരു 10 മിനിറ്റ് കിടന്നവരെ എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടത്, ഞാൻ പോയ കൽക്കട്ടയിലെ തെരുവീതികളും അഴുക്കുചാലുകളും പോയ ദുർമാർഗങ്ങളും ചെയ്ത നീലപ്രവൃത്തികളുടെ എല്ലാ കൂട്ടുകളെല്ലാം മുമ്പിൽ കൂടെ. ഇത് കഴിഞ്ഞ അവസാനം ഞാൻ ഒരു മരുഭൂമി കാണുകയാണ്. മരുഭൂമി. ആ മരുഭൂമിക്കകത്ത് ഒരു ട്യൂബ് പോലെ, ആ ട്യൂബ് പോലെ ഒരു വെളിച്ചം നേരെ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അതിൽ കൂടെ ഒരു ചെറിയ മുന്തിരി വഴി ഇങ്ങനെ പൊങ്ങി വരും. ഇത്രയും ഒരു ഹൈറ്റിൽ ഞാനത് കാണുന്നു. അതിനകത്തൊരു ഫലം കിടക്കുന്നു. ആരുടെ സഹായമില്ലാതെ എനിക്ക് മനസ്സിലായി അവൻ ഇതുപോലെ ഞാൻ ആകണം. അപ്പൊ എന്റെ വിളി അങ്ങനെയാണ്. ബൈബിൾ സ്കൂളിൽ ചെന്നപ്പോൾ പ്രസാദത്തിന്റെ ഓവർസർ എന്നോട് ചോദിച്ചു, നിന്നെ എങ്ങനെ കർത്താവ് വിളിച്ചേ? ഞാൻ പറഞ്ഞു, എന്നെ ദൈവം വിളിച്ചു. എന്റെ ഫോണിൽ കൂടെ ആണ് വിളിച്ചത്. എന്റെ കോമഡി പോലെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെ വിളിച്ചത്. പിന്നെ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ എൻ്റെ ദർശനം അങ്ങോട്ട് മാറി സെലക്ട് ആയി. കാരണം അത് തമ്പുരാൻ തന്നെ വിഷയം. ഞാൻ ആര് ആകുമെന്ന് ദൈവം എന്നെ കാണിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നിനക്ക് വിളിയില്ല, നിനക്ക് തിരഞ്ഞെടുപ്പില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേരെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ മാറാതെ എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ അകത്ത് കിടക്കാം. കണ്ട വെളിപ്പാടകത്ത് കിടക്കുക. ഞാൻ പറയട്ടെ, ഒരു വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ, ഒരു ദർശനമുണ്ടെങ്കിൽ, ഒരു വിഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, ആരെതിര് പറഞ്ഞാലും, സാഹചര്യങ്ങൾ എത്ര പ്രതിബന്ധമാണെങ്കിലും ആ ആള് നിൽക്കും. അല്ലാതെ പ്രാർത്ഥനക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വെളിപ്പാട്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ 3-4 പേര് കൂടിയിരുന്നു കഴിഞ്ഞപ്പോൾ ഈ വെളിപ്പാടിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. അവൻ ഏത് വിഷയത്തിൽ പ്രാർത്ഥിച്ചാലും അതിന്റെ വിടുതൽ നമ്മൾ കാണും. ആത്മാവിൽ ആ വിടുതൽ കണ്ടെഴുന്നേറ്റാൽ അവൻ സാഹചര്യം പിന്നെ പറയുന്നത് നമ്മൾ മൈൻഡ്. സ്തോത്രം സ്തോത്രം. ആത്മാവിൽ ഒരു വിടുതൽ കണ്ടെഴുന്നേറ്റ സാഹചര്യം പറയുന്നുണ്ട് നമ്മൾ ഗൗരവമായിട്ട് എടുക്കത്തില്ല, അതിനെ നമ്മൾ തിരസ്കരിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരണം സാഹചര്യങ്ങളാണല്ലോ ആത്മീയരെ എന്ത് ചെയ്യുന്നത്, പിടിച്ചൊടുക്കുന്നത്. ഈ സാഹചര്യങ്ങൾ പിടിച്ചൊടുക്കാതെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവൻ നമ്മൾക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം 1 വചനം, 2 ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിരിക്കുന്ന ഒരനുഭവം. ഇത് പകൽക്കാലം ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ദൈവിക കാഴ്ചപ്പാടുകളെ ആത്മനിറവിൽ കാണാൻ തക്കവണ്ണമുള്ള ഒരകക്കണ്ട് തുറന്ന അനുഭവങ്ങൾ ഇതിനകത്തൊരു പകർച്ചയായിട്ട് ഈ പകരന്റെ ദൈവം അയക്കട്ടെ. അരാംസൈന്യം പട്ടണത്തെ വളഞ്ഞു നിൽക്കുമ്പോ സ്തോത്രം ബാല്യക്കാരൻ ഇറങ്ങി ചെന്നിട്ട് ഭയപ്പെട്ടു. അയ്യോ യോഹന്നാനെ, അരാംസൈന്യം പട്ടണത്തെ മുഴുവൻ വളഞ്ഞു നിൽക്കുക. സ്തോത്രം. എന്താ ദൈവഭക്തനായ യേശു പറഞ്ഞെന്തുവാ? അവൻ ഇവന്റെ കണ്ണൊന്ന് തുറക്കണം. ഇവൻ അരാംസൈന്യത്തെ സിറ്റുവേഷനെയാ കാണുന്നത്. എന്നാൽ ആത്മതലങ്ങളിൽ അതിനേക്കാൾ സ്ട്രോങ് ആയ ഒരു സൈന്യം ഇറങ്ങി നിൽക്കുന്നത് ഇവരെ കാണാൻ പറ്റുന്നില്ല. അത് കാണുവാൻ തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണം. അത് കണ്ടാൽ അരാം സൈന്യം ഒന്നുമല്ല.
വിശ്വാസിയാണ്. യേശുവിന്റെ നാമത്തിൽ പൈശാചിക മണ്ഡലങ്ങൾ ഉയർത്തുന്ന ദേശങ്ങളുണ്ട്, പൈശാചിക മണ്ഡലങ്ങൾ ഉയർത്തുന്ന സഭകളുണ്ട്. അവൻ അതിൽ നിന്നൊരു വ്യത്യസ്ത സഭയായി നിങ്ങൾ നിൽക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ചില ദൈവമക്കളും ദൈവജനമൊക്കെ അവിടുത്തെ ദേശത്തിന്റെ വ്യാപാരങ്ങളെ ഉയർത്തി കാണിക്കും. സ്ഥലത്ത് പോയി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദുരാത്മമണ്ഡലത്തിന്റെ കുടിയിരിപ്പ് ഇരിക്കുന്ന ഒരു ദേശത്തിന്റെ അടിയിലാണ് പ്രാർത്ഥിക്കാൻ പോയത്. അത് മലയാളം കൊണ്ടിരിക്കുക സാധനം സ്വന്തം. അവിടെ ചെന്നപ്പം അവിടുത്തെ അമ്മാമ്മേനോട് പറയാം, ഞങ്ങൾ ചെങ്ങനെ പോകുന്ന അമ്മാമ്മ ആത്മീക ജീവിതമൊക്കെ അവിടെ അമ്മാമ്മേനോട് ഇങ്ങനെ പോകുന്ന പാസ് എന്റെ ഇതിന്റെ അടിയിലല്ലേ 40 വർഷമായി എങ്ങനെ പ്രാർത്ഥിച്ചാലും ഇതിന്റെ കീഴിലല്ലേ, അതിന്റെ കീഴിലൊന്നും അല്ല, അതിന്റെ കീഴിലൊന്നും അല്ലെന്ന്. അമേ അവിടുത്തെ ഒരു മലിന ജലം ഒഴുകി വരിക എന്ന് കൂട്ടിക്കോ. അമേ ഇതാണ് ആ ആൾക്കാർ പാർക്കുന്ന വീടെങ്കിൽ, ആ ദൈവവേദന പാർക്കുന്ന വീടെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ മീതെ കവിഞ്ഞൊഴുകുക എത്ര ഉയർത്തി വന്നാലും. കാരണം ഇതിന്റെ അകത്ത് ഉയർന്നത് ആത്മാവിന്റെ ആരാധനയാണ്, ഇതിന്റെ അകത്ത് ഉയർന്ന ആത്മാവിന്റെ പ്രാർത്ഥനയാണ്. നീ പ്രാർത്ഥിക്കുന്ന ദേശത്തിന് മീതെ സഞ്ചരിക്കാൻ ഒരു മലിന ജലത്തിലും ഒരു അന്ധകാര മണ്ഡലത്തിലും കഴിയത്തില്ലെന്ന് ആത്മാവ് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നാമത്തിൽ ഞാൻ അപകടത്തിലേക്ക് വരാം. നിങ്ങൾ വിവേചിച്ച് ഊര് പോകുന്നത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് തൊടാ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാം. സ്കേബ പുരോഹിതന്റെ മക്കള് ദുരാത്മാക്കളെ പുറത്താക്കാൻ ചെന്നപ്പം ദുരാത്മാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ ചാടി വേണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകണം. അവർക്കൊരഴിഞ്ഞില്ല, പൗലോസ് പറയുന്ന നാമത്തിൽ. ആമേൻ. ഉടനെ ദുരാത്മാക്കൾ എന്ന് പറയുന്നത് യേശുവിനെ ഞങ്ങൾക്ക് അറിയാം. യേശുവിനെ എല്ലാം അറിയാം. പക്ഷേ അടുത്ത പദം ഒരു രാത്രിയില് കുറെ വർഷങ്ങൾക്കപ്പുറത്ത് ഒരു രാത്രി ഞാൻ വായിച്ചത് 3 വർഷം നിരന്തരമായി ഫാസ്റ്റിംഗ് എടുത്ത് ഞാൻ സത്യം പറയാം, ഞാൻ പ്രാർത്ഥിച്ചു ഒരു വിഷയം. 3 വർഷം ആ ഒരു തലത്തിന് വേണ്ടി അതൊന്ന് വെളിപ്പെട്ടില്ല. പൗലോസിനെ ഞങ്ങൾക്ക് അറിയും. ഞാൻ ആ പൗലോസ് എന്നുള്ളത് എൻ്റെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ദുരാത്മ മണ്ഡലം നമ്മൾ എനിക്ക് ഒരു പരിചയമില്ലെന്ന് പറയല്ലേ, അങ്ങനെ അതേ അഭിഷേകമാണെന്ന് ഉണ്ടാവുള്ളൂ. പിശാച് അറിയണം. ഒരഭിഷക്തൻ ഒരു പട്ടണത്തിൽ പാദം വെക്കുമ്പോൾ ആ പട്ടണത്തിന്റെ വാഴ്ച അറിയണം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന ഒരു ദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആത്മതലം അറിയണം. ഒരുത്തം വന്നെന്ന് അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ അല്ല ഗ്രീക്ക് വാക്കുകൾ പറഞ്ഞ് ഇംഗ്ലീഷ് ഒക്കെ അടിച്ചുകൊണ്ടാക്കും. എന്തൊക്കെ ചെയ്യുക ആത്മാവിൽ അറിവിന്റെ തലത്തിലേക്കാണ് മാറി. ആത്മാവിന്റെ തലമൊക്കെ കുറഞ്ഞുപോയി. സ്തോത്രം. ഞാനിന്റെ മകന് വലിയൊരാളുകൾക്കല്ല ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഈ വാളകം ദേശത്തിന്റെ വാഴ്ച ഏതാണെന്ന് ഇവിടുത്തെ ദൈവസഭയ്ക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാളകത്തിന് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാര ലോകത്തിന്റെ അധിപതി, സ്വർലോകങ്ങളെ നാല് ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് യവന്മാരെ പ്രവൃത്തി ചെയ്തു. അതിൽ ഒന്നിനെ കുറിച്ച് ഞാൻ ചോദിക്കണം. വാളകത്തിന്റെ വാഴ്ച നമുക്ക് ഇങ്ങനെ വാ, ഞാൻ ഉച്ച കഴിഞ്ഞ് കൊണ്ടുപോകാം. നമ്മൾ ഇതാണ് ഈ ദേശത്തിന്റെ വാഴ്ച. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഞാനൊരു പ്രസംഗം നടത്തി കഴിയുമ്പോൾ ഞാൻ ബാസ് ഉച്ചക്കത്തെ സെക്ഷൻ കഴിഞ്ഞാൽ വലിയൊരു ചർച്ച. സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ബിരിയാണിയൊക്കെ പുറത്ത് പോയി മേടിച്ചു തന്നിട്ട്
ഡ്രൈവ് ചെയ്യുക, അന്യഭാഷ പറയാം. ഞാനും പ്രത്യേകം അന്യഭാഷ പറയാം. എല്ലാം എന്ത് ചെയ്യാൻ? ഒരു സ്ഥലത്ത് ഇറങ്ങി വന്നപ്പോൾ ഈ കർത്താദാസനോട് ചോദിച്ചാൽ ഇപ്പം ഇറങ്ങി അങ്ങനെ വണ്ടി കിട്ടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആ ദിവസം ചെന്നിറങ്ങി വന്നേ ഡോറ് തുറന്ന് കയറാൻ പറഞ്ഞു. അപ്പം എന്നെ കണ്ടിട്ടുണ്ട്, ഫോട്ടോ കണ്ടു. കയറാൻ പറഞ്ഞു. കയറി കഴിഞ്ഞാൽ എന്നോട് ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ വെളുപ്പിന് അങ്ങനെ 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തു. നെയ്യാറ്റിക്കര എന്നോടൊന്നും മിണ്ടുന്നില്ല. ഞാനോട് നിന്ന മനുഷ്യനാണ്. കയറി ഇരുന്നിട്ട് പുള്ളി അന്യഭാഷ. ഞാനോടത്ത് എനിക്കുള്ള ആകുന്നു. എനിക്ക് മനസ്സിലാകുന്ന അദ്ദേഹത്തിനുണ്ട്. ഞാനൊരിത് പറഞ്ഞു. അമ്മേ ചർച്ചിലെ പകലത്തെ സെക്ഷനുണ്ട്. അമ്മേ നേരെ കൊണ്ടുപോയി ഈ ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നോക്കിയപ്പോൾ 3 അന്ധകാര മണ്ഡലങ്ങൾ ആകാശപ്പുറമുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരെ തലയിൽ അവരെ ഉള്ളിൽ ജലങ്ങളും ഒക്കെ ഞാൻ നിൽക്കുന്നു. എന്നോട് പെട്ടെന്ന് ഒരു വെടിയല്ല. കുറേ മണിക്കൂർ ആ പട്ടണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ജനത്തെ വഞ്ചിക്കുന്ന, ജനത്തിന്റെ ഉന്നമനത്തെ തടയുന്ന, യുവതലമുറയെ തടയുന്ന മ്ലേച്ഛതയുടെ സ്പിരിറ്റിനെ ആ ദേശത്തെ വേണ്ടി പ്രാർത്ഥിച്ചു. 4 കുടിയിരിപ്പുകളുടെ മേഖലയിൽ പോയി പ്രാർത്ഥിച്ചു. 2 ഇറങ്ങി പോകുന്ന കർത്താവ് വെളിപ്പാടി കാണും. വെറുതെ പറയല്ല, വെറുതെ ഇവിടെ നിന്ന് പറയാൻ ഒക്കുകയല്ല. ദേശം ഭരിക്കുന്ന കുടിയിരിപ്പിനെ ദേശത്തുനിന്ന് വെട്ടിക്കളഞ്ഞിട്ട് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ദൂതന്മാർ വെട്ടുന്നത് കണ്ടിട്ട് സഭയായിരിക്കും ഒരാളാണ്. എന്നോട് പലപ്പോഴും ഇവിടെ സക്സസ് ആകുക പരിപാടി. എന്താ കാര്യം? ഇവിടെ 300 വർഷത്തെ ഒരു പൈതൃകമുണ്ടല്ലോ, പാരമ്പര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ കാട്ടത്തിക്ക് എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു, വേരെത്ര ആഴത്തിൽ കിടന്നാലും അതിനുള്ള വിശ്വാസമുള്ള ഒരുത്തൻ പറഞ്ഞാൽ അത് വേരോടെ പറഞ്ഞു നട്ടുവോ. അക്ഷരാർത്ഥത്തിന്റെ സംബന്ധിച്ച ദേശമാണ് ദേശം. അതെ, ഞാനൊക്കെ വിചാരിക്കുന്നത് വല്യപ്പന്മാരൊക്കെ സേവിച്ചുകൊണ്ടിരുന്ന സാധനത്തിന്റെ ബോർഡ് വായിച്ച ദേശമാണ് ദേശം. 100-300 വർഷത്തെ പാരമ്പര്യമുള്ള ബോർഡ് വായിക്കുമ്പോൾ വേറെ അച്ചാച്ചന്റെ പേര് ഇരുന്ന അച്ചാച്ചൻ ചെങ്ങന്നൂരിൽ പോയി. ഞാനവിടെ ഒരാളോട് വെച്ച് വരികയല്ലേ, ഈ പുള്ളി മാത്രം പോയാൽ പിന്നെ വേറെ ആരാണെന്ന് നമുക്ക് കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ പിന്നെ ദേശത്തെ കൊണ്ടെന്നറിയാമോ, എല്ലാ വർഷങ്ങളിലും 2 ആത്മഹത്യകളുള്ള ദേശമാണ് എന്റെ ദേശം. കുത്തിക്കൊല്ലും, അടിപിടികള്, സ്വന്തം ഭയങ്കര അസന്മാർഗമായ ഒത്തിരി പ്രവർത്തനം. ഈ സാധനം ദേശത്ത് വിട്ട് പോയതിനു ശേഷം ദേശത്ത് സ്വസ്ഥതയാണ്. ഇപ്പം എന്റെ ദേശത്ത് ആ ടൗണിൽ തന്നെ 3 ചർച്ചകളുണ്ട്. ഒരു പരസ്യവും നടത്താൻ അനുവദിക്കുന്ന ദേശമാണ്. വില കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ യേശുവുണ്ട്. എന്നെ പകൽ ഞാൻ ആത്മാവിൽ ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഈ പട്ടണത്തിന്റെ വാഴ്ചയേതാണ്. വാഴ്ചയെന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അന്ധകാര മണ്ഡലത്തെ കാണിച്ചുകൊണ്ട് ഈ സാധനമാണ് ഇവിടുത്തെ ജനത്തെ തെറ്റിക്കുന്നത്. ഇതാണ് അതല്ല ചോദിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് കണ്ടുകൊണ്ടും അറിയാം. ആത്മീയർക്ക് ഇന്നലെ വന്ന വാഴ്ച, അതല്ല ചോദ്യം. ഈ വാഴ്ചയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ഈ മക്കളായ നമുക്കൊരു സംസ്കാരമില്ലേ? സ്നേഹം, സന്തോഷം, അല്ലേ? അതൊക്കെ ഇല്ല നമുക്കൊരു ജീവിത ശൈലിയിലെ ആത്മീയമുണ്ട്. ഇതേപോലെ ദേശത്ത് കുടിയിരിക്കുന്ന വാഴ്ചയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ഓരോ ദേശങ്ങളിലും അവർ ഓരോ നിലകളിൽ അവരുടെ പ്രവർത്തനങ്ങളെ ആത്മതലത്തിലേക്ക് അഴിച്ചുവിടുന്നു. ഈ വാഴ്ചകളുടെ സംസ്കാരത്തെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ കഴിയുന്ന ആർക്കാണെന്നറിയാമോ? ദേശത്തിലെ ദൈവസഭ. ഒരു നേതൃത്വ മേഖലയിൽ നമ്മൾ നിൽക്കുമ്പോൾ, എല്ലാവരെക്കാളും അധികമായ ഒരു അഭിഷേകം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ചില സമയങ്ങളിൽ അല്പം തുറന്ന് ശുശ്രൂഷിക്കുകയാണ്, മോശമായ പല ചിന്തകളും മോശമായ പല ദൃശ്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് വരും. തുറന്നാ ശുശ്രൂഷിക്കുന്നു, മറക്കുന്നുണ്ട്. ആരോടൊക്കെയാണ് പ്രാർത്ഥിച്ചത്? ഞാനങ്ങനെ ശിക്ഷിക്കുന്ന ഒരാളോ ഒന്നും മറക്കില്ല, ഉള്ള കാര്യം ഉറപ്പല്ലോ. 10 വർഷത്തെ പ്രാർത്ഥന, 10 വർഷത്തെ പ്രാർത്ഥനയിൽ കൃപ പ്രാപിച്ച് ശക്തി ആർജിച്ച് കനിയൊക്കെ കുടിച്ച് ഇങ്ങനെ ശാന്തമായിട്ട് വിശ്രമിക്കാനായിട്ടിരിക്കുമ്പോൾ ഇന്നു വരെ വരാത്ത ഒരു ക്ലേശകരമാകുന്ന ചിന്തയോ വിചാരമോ ഭയമോ ഭീരുത്വമോ ഒക്കെ നമ്മുടെ മേൽ ചിലപ്പോൾ രോഗമായി മാറി, ചിലപ്പോൾ മോശമായി എന്ത് കാര്യം. അപ്പൊ നമ്മൾ 10
10 ദിവസം ഉപവസിക്കും, ഇത് പോയില്ല, പറയരുത്. അതെന്താണെന്നറിയാമോ? അവൻ 10 ദിവസം ഉപവസിച്ച് കരുത്താർജിച്ച് നിൽക്കുന്ന നിന്റെ നേരെ ദേശത്തിലെ വാഴ്ച അവന്റെ സംസ്കാരത്തെ അഴിച്ചുവിടണം. അതെന്തിനാ അഴിച്ചുവിടുന്നറിയാം? അതിന്റെ ഉറവിടത്തെ നീ പൊളിക്കണം. അവൻ നീ ഒരു പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരുത്താർജിച്ച് ദൈവവേദനാണെങ്കിൽ അവൻ നിനക്ക് മനസ്സിലാകും, ഇത് ഈ ദേശത്തെ വാഴ്ചയുടെ സ്വഭാവമാണ്. ഇത് എന്റെ നേരെ കടന്നു വന്നതിന്റെ കാരണം എനിക്കിതിനകത്ത് ആനന്ദിക്കാനല്ല, ആ ഒഴുക്കിനെ തടയാൻ നിയമപ്പെട്ട ചുമക്കുന്ന പുരോഹിതന്മാരെ ഉള്ളങ്കാലിൽ വെച്ച് യോർദാൻ ഒഴുക്കിനെ തടഞ്ഞതുപോലെ ഈ അദൃശ്യ മണ്ഡലത്തിൽ ഒഴുകി വരുന്ന വാഴ്ചയുടെ സംസ്കാരത്തെ തടയാൻ എന്റെ മേലൊരു അധികാരമുണ്ട്. അങ്ങനെ ഒരു വെളിപ്പാടിൽ ഒരു യുദ്ധം നടത്തി ആ വാഴ്ചയുടെ ഒഴുക്ക് തടയപ്പെടാൻ സഭയ്ക്കകത്ത്, ഇതുവരെ രക്ഷിക്കപ്പെടാത്ത തലമുറകൾക്കകത്ത്, ഇതുവരെ വരാത്ത പുതിയ ആത്മാക്കൾക്കകത്തൊക്കെ ചലനങ്ങൾ നടക്കുന്നത്. ഇതിങ്ങനെ ഒഴുകി കിടന്ന ജനം അതിനകത്തോട്ട് പോകും. ഇതിനെ തടയാൻ ആളെഴുന്നേൽക്കണം. യേശുവിന്റെ നാമത്തിൽ ജയം. ഇതുകൊണ്ടാണ് ദുരാത്മമണ്ഡലം പറഞ്ഞത്, ആമേ, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രഹസ്യമായി അവൻ ഇരുളിനകത്തിരുന്ന് ഉണ്ടാക്കി വെക്കുന്ന സകല പദ്ധതികളെയും വെളിപ്പാടിൽ കയറി വന്ന് അഴിക്കുന്ന ഒരു മനുഷ്യനായത്. വാളകത്തിനകത്ത് അങ്ങനെ ശകല ദൈവം തിരയുക. ദുരാത്മമണ്ഡലങ്ങൾ ഇരുളിനകത്തിരുന്ന് ഉണ്ടാക്കി വെക്കുന്ന തന്ത്രങ്ങളെ വെളിപ്പാടിൽ കയറി ചെന്ന് അഴിച്ചു കളയുന്ന പ്രാർത്ഥനക്കാർ, പൊട്ടിച്ചു കളയുന്ന പ്രാർത്ഥനക്കാർ, ശിഥിലമാക്കുന്ന പ്രാർത്ഥനക്കാർ, നശിപ്പിച്ചു കളയുന്ന പ്രാർത്ഥനക്കാർ ഇതിനകത്ത് എഴുതാറ്റുക. അതിനുള്ള അധികാരം നിന്റെ പകൽ നിന്റെ തലയിലുണ്ട്. അതിനുള്ള അഭിഷേകം ദൈവത്തിന് നിന്റെ മേലുണ്ട്. നീ ഉണർന്ന ഇന്ന് പകൽക്കാലം ചിലത് തകരും. മണ്ഡലങ്ങൾക്ക് പരിചിതരായിരിക്കണം അഭിഷേകത്തിന്റെ മുമ്പ്. പരിചിതരായിരിക്കണം എന്ന് പറഞ്ഞാൽ അഭിഷേകം ചുമക്കുന്ന ഒരുത്തൻ കയറി ചെല്ലുമ്പം അത് പാലിയൊരു യോനാച്ചൻ എന്ന് പറഞ്ഞ പ്രശ്നം നടന്നല്ലേ? അമ്മേ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിന് ധാരാളം കേട്ടിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരാളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, 10-30 പേര് ചെറുപ്പക്കാര് ദൂത് കേൾക്കാൻ, ആലോചന കേൾക്കാൻ ആ അപ്പച്ചൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഹാളിനകത്ത് ഒരു വീട്ടിനകത്ത് പ്രാർത്ഥനയിലിരിക്കുക. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുക. അദ്ദേഹം പ്രാർത്ഥിച്ച സന്ധ്യാസമയം പ്രാർത്ഥിക്കുന്ന ഒരു റോഡിന് പൊക്കത്തൊരു വീട്, താഴെ റോഡ്, അതിനപ്പുറത്ത് റോഡത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയാമത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി എൻ്റെ ശൈലിയല്ല. അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് അന്യഭാഷ പറയുന്നവരല്ല എഴുതാനാണ്. എല്ലാവരും ചാടി എഴുതുന്നു. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. വെളിയിറങ്ങി റോഡിന് താഴെ നോക്കുമ്പോൾ ആമേ ഈ ഇലക്ട്രിക് ബൾബുകൾ കൊണ്ടൊക്കെ അല്ലെങ്കിൽ LED ബൾബുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടതുപോലെ പ്രകാശപൂരിതമായ ഒരു രഥം അന്തരീക്ഷത്തിലൂടെ ഞാൻ സഞ്ചരിക്കും. അതിനകത്ത് യൗവനക്കാരിയായ ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട് ഈ യൗവനക്കാരെല്ലാം നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച. ആമേൻ. ഈ ദൈവമനുഷ്യൻ വെളിപ്പാടി കാണും. അവർ ആശ്ചര്യമായിട്ട് കാണും. 30 പേര്. ആമേൻ. ഇവിടെ നിന്ന് ഇദ്ദേഹം അന്യഭാഷ പറയുമ്പോൾ രഥം അന്തരീക്ഷത്തിൽ നിൽക്കും. അന്യഭാഷ നിർത്തുമ്പോൾ രഥം മൂടി. ഇദ്ദേഹം നിർത്തുമ്പോൾ സ്തോത്രം, രഥം അന്യഭാഷ നിർത്തുമ്പോൾ രഥം പോകും, അന്യഭാഷ പറയുമ്പോൾ രഥം നിൽക്കും. ഓക്കെ, റിമോട്ട് കൊണ്ട് ചാനൽ കണ്ടു അമ്മ മാറ്റി വിടുന്ന പോലെ ഒരു അഭിഷേകം കാര്യം ചെയ്താണ്. അവസാനം അദ്ദേഹം എല്ലാവരും നോക്കിയോ, പടക്കം പൊട്ടിത്തെറിക്കുന്ന പോലെ തീപ്പരി ചേർന്ന് അന്തരീക്ഷത്തിൽ പൊട്ടി. കേരളക്കാരുടെ മുമ്പിൽ ഇതുപോലത്തെ പകർച്ചകൾ ഉണ്ട്. ദൈവങ്ങളെ, ഒരു പരിമിതമായ അവസ്ഥയ്ക്കകത്ത് അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് നേടി പ്രാർത്ഥിക്കുന്ന കുറച്ച് പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയതല്ല. ആത്മതലങ്ങളിൽ ഇറങ്ങി ചെന്ന
ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന കുറെ പേരെ ദൈവത്തിന് വേണം. കർത്താവ് ഇങ്ങനെയുള്ള പകർച്ചകൾ പട്ടാരക്കരയിലും അടൂരിലും വാളകത്തും ഇവിടൊക്കെ ഉണ്ട്. അതുപോലെ കാതലായ ചിലത് പകരാൻ യോഗ്യരായ ചിലതിനെ തമ്പുരാൻ നോക്കുക. അല്ലേ പറയുന്നത്? അവൻ തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടത്തും കൂടാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവം വെച്ച ആത്മതലങ്ങളെ കൈകാര്യം ചെയ്യാൻ പാകമായ പ്രാർത്ഥനക്കാരെ ഈ 10-ാം ദിവസത്തോടെ നടക്കുന്ന ഉപവാസത്തിനകത്ത് തമിഴ് നോക്കിക്കൊണ്ടിരിക്കുക. ആ കണ്ണ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പതിഞ്ഞാൽ നിങ്ങളുടെ ഇന്നു വരെയുള്ള ആത്മീയ ലെവല് ചേഞ്ച് ആയിട്ട് കരുത്തുള്ള കാതലായ പിശാചി ഭയപ്പെടുന്ന അന്ധകാരത്തിന്റെ കെട്ടുകൾ നോക്കിയാൽ അഴിഞ്ഞു മാറുന്ന ഒരു പകർച്ച നിങ്ങളുടെ വേണ്ടി ഉപവാസത്തിൽ ഇടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. പിടിക്കാതെ ഉയർന്ന ലെവല്. കാരണം ഞാൻ നിങ്ങളൊക്കെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ കർത്താവ് വന്നില്ലെങ്കിൽ ഇവിടുന്ന് പോകണം. ജീവിക്കുന്ന നാളെ നമുക്ക് ഈ വേറെ സെറ്റപ്പ് ഒന്നും ഒപ്പിച്ചു വെച്ചില്ലെങ്കിലും ആത്മാവിൽ ലഭ്യമാകാനുള്ള എല്ലാം പിടിച്ചേക്കാം. നാൽപ്പത് വർഷത്തെ ആത്മീയ ജീവിതം നയിച്ച ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് ഒരു നിജപുത്രനുണ്ടോ? നിങ്ങൾ ആത്മാക്കളെ എന്നുള്ളതല്ല ചോദ്യം. ആത്മാക്കളൊക്കെ നേടി കാണും. ഞാൻ നേടിയിട്ടുണ്ട്, ധാരാളം ആത്മാക്കളെ നേടിയിട്ടുണ്ട്. ജാതികളുടെ ഒത്തിരി പേര് നമ്മുടെ സഭയിലും പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്നെക്കാൾ ആത്മാക്കളെ നേടിയ ദൈവദാസനെ നോക്കിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് ദൈവം നമുക്ക് പ്രതിഫലം തരും. പക്ഷേ ഒരു നിജപുത്രനെ കറ തീർത്ത ഒരു ശുശ്രൂഷകനെ നമ്മുടെ ഓട്ടം തികയ്ക്കുമ്പോൾ ഇവനുണ്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാനെന്ന് പറയാൻ പാകത്തിൽ ചില നിജപുത്രന്മാരെ ഒത്തിരി ഒരെണ്ണത്തിനെങ്കിലും, ഒത്തിരി ഉണ്ടാകട്ടെ, പക്ഷെ ഒരെണ്ണത്തിനെങ്കിലും നമ്മുടെ ആയുസ്സിൽ, അത് നമ്മുടെ ജന്മം കൊടുത്ത മക്കളാകണം നിർബന്ധമൊന്നുമില്ല, അവർ വരണം. എങ്കിലും ചില നിജപുത്രന്മാരെ നമ്മുടെയൊക്കെ പ്രാർത്ഥന ജീവിതത്തിനകത്ത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു നിയോഗം നമുക്കുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്തതിനേക്കാൾ ശക്തമായി ആത്മതല കൈകാര്യം ചെയ്ത് വരണം. വാടകത്തെ വീട്ടിൽ കഴിഞ്ഞ് ചിലപ്പോ വീട്ടിൽ അവൻ ഇറങ്ങി വന്ന വീട്ടിലല്ല മോളത്തെ വീട്ടിലോട്ടാ പോകുന്നെങ്കിൽ സ്തോത്രം, നന്നായിട്ട് അത് പറയുന്നത് അമ്പുരാണ്ടത് അമ്പുതറിയും അങ്ങനെ പറഞ്ഞ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ വാർത്തത്തെ ഉള്ളതുകൊണ്ട് കൂടെ നിൽക്കും നമുക്ക് പ്രതീക്ഷിക്കുക. അവൻ ചിലപ്പോൾ ഇത് ലാസ്റ്റ് പ്രസംഗമാണെങ്കിലും അവൻ വിഷമിക്കാനൊന്നുമില്ല. സ്തോത്രം, സ്തോത്രം. കാരണം അവൻ അടുത്ത ആഴ്ചയിൽ കുളിപ്പിച്ച് നിൽക്കാൻ പാകമായ ചിലവുണ്ട്. അമ്മേ, ഞാൻ നിൽക്കുന്നതിനേക്കാൾ കരുത്തോടെ നിൽക്കുന്നതിനെ തമ്പുരാൻ തന്നിട്ടുണ്ട്. അമ്മേ, അത് ആരാണ്ട് അടുത്തുനിന്ന് അടിച്ചോണ്ട് വന്നായിരുന്നു. അമ്മേ, അപ്പനും അമ്മയ്ക്കും വേണ്ടാതെ 13 വയസ്സായപ്പം ഉള്ള ക്ഷേത്രങ്ങളിൽ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് അടിമ വെച്ച് ഭയം മാറാൻ, ഭൂതം മാറാൻ അവൻ കൊണ്ടു നടന്ന ഒരു ബാലൻ 13 വയസ്സെത്തിയതാണ്. എന്നവൻ 26 വയസ്സ്. കറതീർത്ത പ്രവാചകൻ ഒന്നല്ല പലരുണ്ട്. പക്ഷേ ഈ ഓരോ സമയം തുല്യചിന്തനായിട്ട് അവനുണ്ട്. ശുഭനാമത്തിൽ
പകർച്ചയാണ്. വസൂരിയേക്കാൾ വേഗത്തിൽ പടരുന്ന ആത്മതല പടരും. പിന്നെ ഞാൻ വേഗത്തിൽ പറയുക, ആത്മാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കയറി പോയി. ആത്മാവിൽ 1-ാം നൂറ്റാണ്ടിൽ സഭ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതോടല്ല പ്രാർത്ഥിച്ചത്. കാരണം ഒരു നഷ്ടം അവരെ പുറകില് നടക്കുക, അടുത്ത ഒരു നഷ്ടം ഇനി വരല്ല. പ്രാർത്ഥിച്ചു. ആത്മാവിലാണ് ഇവർ പ്രാർത്ഥിച്ചതെങ്കിൽ ആ പ്രാർത്ഥനയോട് ചേർന്ന് ഒരു പദം കൂടെ എഴുതുവാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നി. വൈദ്യനായ ലൂക്കോസിനെ കൊണ്ട് ദൈവാത്മാവ് അങ്ങനെ ഒരു പദം കൂടെ എഴുതിപ്പിച്ചു. അങ്ങനെ സഭ പ്രാർത്ഥിച്ചു എന്ന് മാത്രം എഴുതിയാൽ പോലെ ലൂക്കോസെ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ പ്രാർത്ഥിച്ചത് ആത്മാവിലാണെങ്കിൽ സഭ ശ്രദ്ധിച്ചതും ആത്മാവിൽ. പ്രാർത്ഥിച്ചു എന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പദമാണ് ബുദ്ധിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ വാഹനം ഓടിച്ച് കാറോ ബൈക്കോ ഒക്കെ ഓടിച്ച് പോകുമ്പോൾ റോഡുകളിലൊക്കെ ഒത്തിരി സൈൻ ബോർഡുകളുണ്ട് അല്ലേ? വളമുള്ള സ്ഥലങ്ങളിൽ, ഹമ്പുള്ള സ്ഥലങ്ങളിൽ, പാലമുള്ള സ്ഥലങ്ങളിൽ, വേഗത കുറയ്ക്കേണ്ട സ്ഥലങ്ങളിൽ അത് നമ്മളെന്താ ഇതെല്ലാം ആത്മാവിലാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ കണ്ടു, നമ്മൾ ഉടനെ തന്നെ ആ വാഹനത്തിൽ ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ ചെയ്തു. ബുദ്ധിയിലാ കാര്യം നടക്കുന്നത്. നമ്മുടെ ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സഭയുടെ ശ്രദ്ധ ബുദ്ധിയിലുള്ള ശ്രദ്ധയല്ല, സഭയുടെ ശ്രദ്ധ ആത്മാവിലാണ്. ആമേൻ. എല്ലാവരും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച കാര്യത്തിന് പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ ഇന്ന് പകൽ എനിക്ക് ദൈവം തന്നൊരു കാഴ്ചപ്പാട്, പ്രാർത്ഥനയ്ക്ക് നിർബന്ധമായിട്ട് ഊന്നൽ കൊടുക്കണം. അപ്പോൾ തന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ശ്രദ്ധ. ഇന്ന് വാളകത്തിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കുക, പത്രോസിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, ദൈവദാസനെ 14 സേവകർ, 14 സേവകര്, 2 പടയാളികള്, 2 ചങ്ങലകള്, 2 വാതിലടഞ്ഞു കിടക്കുന്നു, പട്ടണവാതിൽ അടഞ്ഞു കിടക്കുന്നു, ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത പോലെ ആ ദൈവദാസൻ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്നെന്ന് നമ്മളോട് പറയാൻ നമ്മളെ പഠിപ്പിച്ചത് ആരാ പഠിപ്പിച്ചേ? തിരുവഴുത്ത് അല്ലേ? അത് വായിച്ചുകൊണ്ടല്ലേ നമ്മൾ അറിയുന്നത്. എന്നെ നമ്മൾ പറയാം, പത്രോസ് എങ്ങനെയാ കിടന്ന് അച്ഛൻ അറിഞ്ഞ എങ്ങനെ വേദപുസ്തകം വായിച്ചപ്പോഴേ പത്രോസ് എങ്ങനെയാ കിടന്നത്, പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച ആ സഭയ്ക്കറിയാവോ? അറിയോ? നമ്മക്കറിയാമോ എത്രയും വിശദമായിട്ട് ആ സഭയ്ക്കറിയാവോ? അപ്പോസ്തല പ്രവൃത്തിയുടെ കോപ്പി വരെയുണ്ടോ? നമ്മളോട് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന കർത്താവേ 14 ചേവകരെ തകർത്ത്, 2 ചങ്ങല തകർത്ത്, പടയാളികളെ തകർത്ത്, വാതിൽ തുറന്ന്, പട്ടണവാതിൽ തുറന്ന് ദൈവദാസനെ പുറത്തു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. കാരണം നമുക്കറിയാം സിറ്റുവേഷൻ. ഈ പ്രാർത്ഥിക്കാൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ വീട്ടിൽ കൂടെ സഭയോട് വെച്ച് ഒളികിടക്കുന്ന സാഹചര്യം എന്നല്ല. അവരിവിടെ അതൊന്നും അറിയുന്നില്ല, കാരാഗ്രഹത്തിലാണ് സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയുന്നത്. പിന്നെന്തോ ശ്രദ്ധിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചേവകരെ ശ്രദ്ധിക്കും. ഈ ആണ്ടി വരെ ഒരു 2 ചേവകരുടെ കാര്യം ഞാനിട്ടു പട്ടിയാണ്, അടുത്ത ആണ്ടി വരെ 2 എണ്ണത്തിന്റെ കാര്യം ഞാനിട്ടു. അപ്പൊ അച്ഛാമ്മ ബാക്കിയുള്ള കാര്യം മുന്നിലേക്കെല്ലാം കൂടെ കൂടി 14 ചേവകരെ അപ്പൊ കുറെ 4 വരെ 2 ചങ്ങലയുടെ കാര്യം ഞാനിട്ടു. 10 ദിവസം പൊളിച്ച് അപ്പൊ വെറുതെ 2 വാതിൽ തുറക്കുന്ന കാര്യം ഞങ്ങൾ അപ്പൊ നമുക്കിത് അറിയാം. ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഈ പ്രാർത്ഥിക്കാൻ സഭയ്ക്ക് ഒന്നും അറിയില്ല. അവർക്ക് ഒറ്റ കാര്യങ്ങൾ, ഒരുത്തനെ കൊണ്ടുപോയി കൊന്നു, അടുത്തവനെ കൊല്ലാൻ പിടിച്ചിട്ടിരിക്കുന്നു. സിറ്റുവേഷൻ അവർക്ക് അറിയത്തില്ല. പിന്നെ അവരെന്താ ശ്രദ്ധിച്ചത്? അവര് ശ്രദ്ധിച്ചത് ഈ കാരാഗ്രഹത്തിന്റെ അകത്തളത്തെ കുറിച്ച് അവർക്ക് ഗ്രാഹ്യമില്ലെങ്കിലും ഞങ്ങളുടെ ലീഡർഷിപ്പ് വഹിക്കുന്ന പത്രോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയ ഒരു അധികാരിയുണ്ട്. അധികാരിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ആ ഉറവ
ഉറവിടത്തെ സഭ ഒന്നടങ്കം ശ്രദ്ധിക്കുക. ഉറവിടത്തെ ശ്രദ്ധിക്കുന്ന സഭ അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും തകർച്ചകളും ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യത്തെയല്ല, അത് ഉണ്ടാക്കി വരുന്ന ഉറവിടത്തെ ശ്രദ്ധിക്കുന്ന ഒരു സഭ വാളകത്തെഴുതേക്കട്ടെ. ഉറവിടത്തെ വെട്ടാൻ തയ്യാറുണ്ടെങ്കിൽ പല വിടുതലുകൾ നിങ്ങൾ കാണും. ഉറവിടങ്ങളെ തേടി പിടിച്ച് ആത്മയുദ്ധം ചെയ്ത പ്രാർത്ഥനക്കാർ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഭരണാധികാരിയുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന പൈശാചിക ഉറവിടത്തെ ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഒന്നടങ്കം ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചു. കാരാഗ്രഹം ശ്രദ്ധിക്കാൻ അവർക്ക് അതിന്റെ സിറ്റുവേഷൻ അറിയത്തില്ല. പക്ഷെ അവർ ഹെരോദാവിനെ ശ്രദ്ധിച്ചു. ഈ കാരാഗ്രഹം ഉളവാക്കിയ വ്യക്തിയെ, ആ വ്യക്തിക്ക് പുറകെ നിൽക്കുന്ന ശക്തിയെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് സഭയിൽ ചെയ്തു ശ്രദ്ധിച്ചു. ഗൗരവമായ കാര്യം ഞാൻ പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അല്പം ഉയർന്ന ഒരു ആത്മീയ ലെവലാണ്. ഒരു സാധാരണ അപ്പുറം ലെവലാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രോഗങ്ങൾ വരാറുണ്ട്, പ്രശ്നങ്ങൾ വരാറുണ്ട്, തലമുറയ്ക്ക് വഴി തടയുന്ന അനുഭവങ്ങൾ വരാറുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. വസ്തു വിൽക്കാൻ തുടങ്ങി നടക്കുന്നില്ല, എന്താണ് നടന്നില്ല, എല്ലാവരും വന്ന് കാണുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കർത്താവേ അടുത്ത് പോകാതെ പ്രാർത്ഥിക്കണമെന്നാണല്ലോ അത് ഞങ്ങളോട് പറഞ്ഞു. വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. ചിലരെ ഈ ദൈവാത്മാവ് വിടുതലിന്റെ സമയമായെന്ന് നമുക്ക് ബോധ്യം തരികയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കാണാതിരിക്കുകയും ചെയ്ത വിഷയങ്ങളുണ്ടെങ്കിൽ തൽക്കാലം ആ പ്രാർത്ഥന നിർത്തിയിട്ട് ആ വിടുതലിന് തടസ്സമായി നമ്മൾ കാണാത്ത ഏതോ ഒരു ഉറവിട സജീവമായി എഴുന്നേറ്റിട്ടുണ്ട്. അതിനെ പിടിക്കണം. ഇവിടെ ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഹെരോദാവെന്ന ഉറവിടത്തെ, അവന്റെ മേൽ വസിക്കുന്ന പൈശാചിക മണ്ഡലത്തിനെതിരെ പ്രാർത്ഥിച്ചു. അതുകൊണ്ടല്ലേ വിടുതൽ പ്രാവശ്യം പറഞ്ഞേ കാരാഗൃഹത്തിൽ തന്നെ വിടുവിച്ചെന്നല്ലോ നമ്മൾ വായിച്ചു കിടപ്പുന്നില്ല. അങ്ങനെ വായിച്ചു ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് യഹൂദജനത്തിന്റെ പ്രതീക്ഷ പറയേണ്ടത് അങ്ങനെ കാരാഗൃഹത്തിൽ വിടുവിച്ചത് അല്ലേ? അങ്ങനല്ല. സഭ എന്തിനെ നോക്കി പ്രാർത്ഥിച്ചോ അതാ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. സ്തോത്രം. പിശാചിന്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് ഈ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്ന സാഹചര്യങ്ങൾക്കകത്ത് കടന്ന് പടവെട്ടി മനസ്സിലാക്കി വിടുതലുണ്ടാവും. ഇല്ലെന്ന് ഞാൻ പറയല്ല, വിടുതലുണ്ടാവും. പക്ഷെ ഇങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളെ മാത്രം നോക്കി പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മൾ പറയും ആവശ്യമുള്ളത് ഇന്നതെന്ന്, നമുക്ക് ആവശ്യമുള്ളതിനെ കർത്താവിനോട് അറിയിക്കണമെന്നില്ലേ, സ്തോത്രത്തോട് അറിയിക്കണമെന്ന് എല്ലാം ഉണ്ട്. അതൊന്നും എതിരല്ല. ഞാനിപ്പോൾ ഈ പറയുന്നത് ആത്മാവിൽ പോരാളിയുള്ള പ്രാർത്ഥന ലെവലാണ്. ആത്മാവിൽ പോരാളി പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനെ മൈൻഡ് ചെയ്ത് പോലും സിറ്റുവേഷൻ നോക്കുകയില്ല. അങ്ങനെ സിറ്റുവേഷൻ നോക്കിയിട്ട് കാര്യമില്ല. ഈ സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ച ഒരു സാധനം ഇവിടെ മറഞ്ഞിരിപ്പുണ്ട്. അവരെ വെക്കുക മുഴുവൻ സിറ്റുവേഷൻ ലെവലാവും. ക്രിസ്മസ് കാലഘട്ടമൊക്കെ ജാതിക ഭവനങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ ഈ നാമധേയമായ ക്രൈസ്തവരായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ നോക്കിയാൽ ഒരുപാട് LED ബൾബുകളുടെ സ്റ്റാറുകളും ഒക്കെ ഇട്ട് ഇങ്ങനെ അല്ലേ ഇപ്പം ഡിസംബർ കാണാം. ഞാൻ ചോദിക്കട്ടെ, ഇതിനെല്ലാം കൂടെ ഒരു LED ബൾബിൽ ഒരു സ്വിച്ച് വെച്ച് ഇടാൻ തുടങ്ങി വീട് മൊത്തം സ്വിച്ച് ആയിരിക്കും. എത്ര സ്വിച്ച് വേണം? അതായത് 1000-2000 കൂടുതലില്ലേ അല്ലേ? ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു സ്വിച്ച് ആദ്യം ഓൺ ചെയ്യുമ്പോൾ എല്ലാം ഉണ്ടാകും, അത് ഓഫ് ചെയ്യുമ്പോൾ ഇത്രയും കണക്ട് ചെയ്തിട്ട് എന്തിനാണ് ആ ഒറ്റ സ്വിച്ച് ഇടുമ്പോഴായി മനോഹരതയൊക്കെ വെളിപ്പെടും. അത് ഓഫ് ചെയ്യണമെങ്കിൽ ആ സ്വിച്ച് മതി. സാഹചര്യങ്ങളെല്ലാം പലതും കണക്റ്റഡ് ആയിട്ട് കിടക്കുക. ഒന്ന് പ്രാർത്ഥിച്ച് വിടുതലായി അടുത്തത് പോവുക. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് വിടുതൽ ചില നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ പോരാട്ടങ്ങൾ നമുക്കുണ്ട്.
ഇല്ലെന്ന് ഞാൻ പ്രസംഗിക്കല. പടവെട്ട നിയോഗിക്കപ്പെട്ടവരാ. എന്നാൽ നമ്മൾ ഒരുപാട് ടെൻഷൻ ഏൽപ്പിച്ച്, ഒരുപാട് വേദനിപ്പിച്ച്, മറ്റാർക്കും ഉള്ളതിനേക്കാൾ അധികമായ പ്രതിബന്ധങ്ങളിട്ട് ഇങ്ങനെ ചിലത് അവൻ മാറാതെ കടന്നു വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ആ വിഷയം വിട്ടിട്ട് ഈ വിഷയം ഉണ്ടാക്കുന്ന ഒരു ദുരാത്മാവ് എവിടോ മറഞ്ഞിരിപ്പുണ്ട്. പ്രാർത്ഥനയിൽ വെളിപ്പാടിൽ കയറി ചെന്ന് അവന്റെ അടിത്തറയെ വെട്ടുന്ന ഒരു പ്രാർത്ഥനക്കാരെ ഇന്ന് പകൽ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരാകുക. നമ്മൾ കണ്ടോ, ഈ എവിടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചൻ, 10 വയസ്സ് അപ്പച്ചനോട് പറയാനോ, രാജുപാസത്തെ പ്രാർത്ഥന അപ്പച്ചൻ പറയാം, പാസ് പ്രാർത്ഥിക്കണം. എന്താ അപ്പച്ചൻ പ്രാർത്ഥിക്കണം? തലയ്ക്ക് വരും, ഞാൻ പരിശുദ്ധ ദൈവം പറയാൻ പടലിക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ കർത്താവ് ഈ ദാസൻ നിൽക്കുന്നില്ല അസിന്റെ വർഷം നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഒരു കാര്യം, കാലം നീരും. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ അതുകൂടെ പറയാം. വേറെ പറയാം. ഒന്ന് നോക്കിയേ, തല മുതല് പാദം വരെ പ്രാർത്ഥിക്കണം. കർത്താവ് ആദ്യം തലയുടെ പെരുപ്പ് പോകണം, രണ്ടാമത് ഞരമ്പിന്റെ പെരുപ്പ് പോകണം, മൂന്നാമത് അസിഡിറ്റി പോകണം, നാലാമത് മുട്ടുവേദന പോകണം, അഞ്ചാമത് പിന്നെ നീര് പോകണം. അപ്പൊ നീരിന് പ്രാർത്ഥന ചെയ്യുമ്പോൾ വീണ്ടും പെരുപ്പ് പോയി. കാരണം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ കാലിന്റെ നീരിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാലുകൾ കൈവിട്ട് പ്രാർത്ഥിച്ച് എഴുതൽ വരുമ്പോൾ കാലിൽ വീണ്ടും തലയ്ക്ക് തുടങ്ങി. അവർ തലയെ കൈവിടുന്നത് ഇത് ഓടി നടക്കുക. ഇതിന്റെ ഉറവിടം ഒന്നാ. ചില വീടുകളിൽ അച്ഛനും മാറുമ്പോ അമ്മാമയ്ക്ക് പോകുമ്പോ മക്കൾക്ക് ഇങ്ങനെ മാറി മാറി ചില രോഗങ്ങൾ ചെറിയ ഗ്യാപ്പെടുന്നോണ്ട് നമ്മൾ പിടികിട്ടുക. ഒരാഴ്ച ഒരു റെസ്റ്റ് ഒക്കെ തരും അല്ലേ? അപ്പൊ പിന്നെ പിടികിട്ടുക. എന്നിട്ട് ആൾക്കാണ് ശരിക്കും നിറച്ച് മരുന്ന് വെച്ചു. ആമേൻ. ഇങ്ങനെ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഇദ്ദേഹത്തിന് തലയ്ക്ക് പ്രാർത്ഥിക്കണം, പള്ളിക്ക് മുമ്പ് പ്രാർത്ഥിക്കണം. ഇദ്ദേഹത്തിന്റെ ശരീരമാസകലം ഈ രോഗബന്ധനങ്ങൾ വിടുന്ന ഒരു രോഗത്തിന്റെ ആത്മാവ്. രോഗത്തിന് വേണ്ടി ഒരാള്, ഒരു അഭിഷക്തനോ ഒരു ദൈവവേദികളോ പ്രാർത്ഥിക്കുന്ന ഒരാള് പ്രാർത്ഥിക്കുകയോ കൈവെക്കുകയോ ചെയ്താൽ രോഗം ചെയ്യും, സൗഖ്യമാകും. നിങ്ങൾ രോഗികളെ കൈവച്ചാൽ സൗഖ്യം വരും, രോഗശാന്തിയുണ്ട്. പക്ഷേ സൗഖ്യമാകാത്തവരുണ്ട്. ആമേൻ. രോഗത്തിന് മെഡിസിൻ എടുത്താൽ സൗഖ്യം. ഒരു ജലദോഷം വന്നുകൊണ്ട് ഒരു ടാബ്ലറ്റ് വെച്ചാൽ ഇത്രയും പോകട്ടെ പറയും, പ്രാർത്ഥിച്ചാലും അത് മാറും. എന്നാൽ ഒരു ഗുളിക കഴിച്ചുകൊണ്ടോ പ്രശ്നമുള്ള കേസുണ്ട്. രോഗമാണ്. പക്ഷെ രോഗബന്ധനമുണ്ട്, രോഗ ആത്മാവുണ്ട്. ഇതിന് രണ്ടിനും അവൻ ലോകത്തിലെ ഏത് വലിയ ഡോക്ടറെ കുറിച്ച് തന്നെ മരുന്ന് കഴിച്ചാലും മാറുക. രോഗം മാറും, രോഗബന്ധനം മാറുക. രോഗബന്ധനപ്പെടുന്നത് ഒരു ആത്മാവാണ്, അതൊരു സ്പിരിറ്റാണ്. രോഗാത്മാവ് ഒരു സ്പിരിറ്റാണ്. അവൻ അത് മാറണമെങ്കിൽ അതിന്റെ ഉറവിടം വെക്കണം. ഈ ദൈവമനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ഒരു കാഴ്ചപ്പാട് കാണിച്ചു. ഇദ്ദേഹത്തിന് വേണ്ടി രോഗാത്മാവിന്റെ ഒരു ശക്തിയെ കാണിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൊണ്ടു. ആ മനുഷ്യൻ താഴെ വീണിട്ട് ആ ചർച്ചിൽ കിടന്ന് അട്ട ചുരുളമുള്ള അദ്ദേഹത്തിന് ശ്വാസത്തിൽ ഒരു ശബ്ദം ഉണ്ടാക്കി. ഒരു 5-6 മിനിറ്റൊക്കെ ഒരു എന്തൊക്കെ പ്രശ്നം കാണിച്ചു. അദ്ദേഹത്തിന്റെ അറിയില്ല. പിശാച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവൻ ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് കൂടുതൽ ശ്രദ്ധിച്ച് ആ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുന്നതിന് കൂടി കുഴപ്പമില്ല. കാരണം അപ്പുറത്ത് വേറെ സാഹചര്യം ഉണ്ടെങ്കിൽ.
പക്ഷെ പിശാചിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, ഈ സാഹചര്യം അവർ ഉണ്ടാക്കി വെച്ച ഉറവിടത്തെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉറവിടത്തെ സഭ ശ്രദ്ധിച്ചാൽ ഉറവിടം അഴി. സഭയുടെ അധികാരമാണ് ചിലതിനെ കെട്ടാനും ചിലതിനെ വിൽക്കാനും. ഇത് സഭയ്ക്കുണ്ടെന്ന് സഭയ്ക്ക് അത്ര ഗ്രാഹ്യമില്ലെങ്കിലും ദുരാത്മാവിന് ഗ്രാഹ്യമുണ്ട്. ഇവര് ആ മേഖലയെ ശ്രദ്ധിച്ചാൽ ഞാൻ കെട്ടിയ അഴി. ഇവർ ആ മേഖലയെ ശ്രദ്ധിച്ചാൽ അവൻ ഞാൻ കാലങ്ങളായി വെച്ചിരിക്കുന്ന അടിസ്ഥാനം പൊളി. അതുകൊണ്ട് പിശാച് പറയാം, ഉറവിടം ശ്രദ്ധിക്കാതെ അവൻ ഇടുന്ന പ്രൊഡക്റ്റ് മാത്രം ശ്രദ്ധിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ പ്രാർത്ഥിക്കും അവിടെ അവിടെ പ്രശ്നം, അവിടെ പ്രാർത്ഥിക്കും ഇവിടെ പ്രശ്നം. ഇങ്ങനെ ഇവർ പ്രാർത്ഥിച്ചങ്ങ് പോട്ടെ, ഞാൻ അനങ്ങാതെ ഒരു സൈഡിലിരിക്കാം. എന്നാൽ ഇന്ന് പകൽ സഭ പറയണം, നിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുത്തത്തില്ല. ഈ പകല് നീ ഇരിക്കുന്ന അടിത്തറയെ ഇളക്കി നിന്റെ അടിസ്ഥാനത്തെ വെട്ടുവാൻ, നിന്റെ തായ്വേരിനെ മുറിക്കുവാൻ ഞങ്ങൾ ആത്മാവിന്റെ ആയുധം ധരിച്ചുകൊണ്ട്, സർവായുധം ധരിച്ചുകൊണ്ട് നിനക്കെതിരെ ഞങ്ങൾ അങ്ങനെ കേൾക്കുന്ന ഒരു ഭക്തനെ ഈ പകൽ ദൈവത്തിന് ആവശ്യമുണ്ട്. ചില ഉറവിടങ്ങളെ തൊട്ടാൽ കുറെ വിഷയങ്ങളുടെ വിടുതല്, കൂട്ട
ഈ ദാസിയുടെ മേൽ അധികാരത്തോടെ വെളിപ്പെട്ടു വരണേ. അധികാരത്തോടെ വെളിപ്പെട്ടു വരണേ. പിശാച് തോറ്റുപോയെന്ന് വിധി പറഞ്ഞ് കാലങ്ങളായി പരിഹസിക്കുന്ന മേഖല ഈ പകൽ വിജയമാക്കുന്ന ഒരാത്മ സാന്നിധ്യത്തെ ഈ നാലാം പകലില് ആത്മാവ് പകരുകയാണ്. അത് പ്രാപിക്കുക, യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. വിധിയെഴുത്തിൽ മാറുക. പെസഹായുടെ പിറ്റേ ദിവസം തലവെട്ടാമെന്ന് പറഞ്ഞ വിധിയെഴുത്ത് ഒറ്റ പ്രാർത്ഥന കൊണ്ട് കുറിച്ച് ഒരു സമയമുണ്ട്. ഉറവിടങ്ങളെ വെട്ടിയപ്പോൾ ആ വിധിയെഴുത്തിനെ മാറ്റിയ ഒരു സമയമുണ്ട്. അതേ അധികാരം, അതേ വിടുതൽ ഈ പകൽ സമയം ചലിക്കാൻ പോവുക. വെളിപ്പാടില്ലാത്തവരുടെ വെളിപ്പാട് പകരട്ടെ. ശക്തമായ കാഴ്ചപ്പാട്, ശക്തമായ വെളിപ്പാട് യേശുവിന്റെ നാമത്തിൽ. അവയെ സ്വന്തം യേശുവിന്റെ നാമത്തിൽ ശക്തമായ വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ലൈവ് ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ചില കാഴ്ചപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ ഈ മകനെ തുറക്കട്ടെ, 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 തുറക്കട്ടെ. യെസ്, 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 യെസ്. ആത്മാവിന്റെ വാൾ ഇവിടെ വീഴുന്നുണ്ട്. പിറക്കിയെടുക്കുന്നവർ പിറക്കിയെടുക്ക. ഈ അന്തരീക്ഷത്തിനകത്ത് വെട്ടിക്കയറാനുള്ള പോരാട്ടത്തിന്റെ വാളുകൾ വീഴുന്നു. ആരാ പിടിക്കുന്നത്? പിടിക്കുന്നവർ പിടിക്കണോ? പിതാക്കന്മാരുടെ, മാതാക്കളുടെ, സഹോദരന്മാരുടെ, സഹോദരന്മാരുടെ പോരാട്ടത്തിലുള്ള മൂർച്ചയുള്ള വാളുകൾ ആത്മാവ് കൊടുക്കുകയാ. പിടിക്ക, 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 പിടിക്ക. പിടിച്ചടക്കത്തില്ലെന്ന് നിന്നെക്കുറിച്ച് ഒരു വെല്ലുവിളിയുണ്ട്. എങ്കിലും ഇന്ന് പല നീ അത് പിടിച്ചടക്കും. പിടിച്ചടക്കത്തില്ലെന്ന് പറഞ്ഞ സിയോൻ കോട്ട പിടിച്ചടക്കുവാൻ ദാവീദിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയുടെ ആർജവത്വം ഈ പകലിൽ മകളെ കത്തട്ടെ. ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ. യെസ്, കത്തട്ടവ. ചില വെളിപ്പാടുകൾ ഇപ്പോൾ ഇവിടെ ചങ്ങലയുടെ വലിപ്പം ശ്രദ്ധിച്ച സഭയ്ക്ക് അറിയത്തില്ല. സേവകരുടെ എണ്ണം ശ്രദ്ധിച്ച സഭയ്ക്ക് അറിയത്തില്ല. പടയാളികളുടെ എണ്ണം അറിയത്തില്ല. എത്ര വാതിലുകൾ അടയ്ക്കപ്പെടുന്ന അവർക്കറിയത്തില്ല. പക്ഷെ അവർക്കൊന്നറിയാം, ഇതെല്ലാം ഉണ്ടാക്കി വെച്ച ഒരു ഉറവിടമുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ ഉറവിടങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോൾ, ഉറവിടങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, ആദ്യ ഉറവിടങ്ങളിലല്ല ദൈവശക്തിയാണ്. ആ ഉറവിടത്തിൽ ഇരുന്നുകൊണ്ട് അന്ധകാരം ഉണ്ടാക്കി വെച്ച സാഹചര്യത്തിനകത്താണ് ആദ്യം നൂതന ഇവിടെ അവിടെ ഹെരോദാവിനെ കണ്ടുകൊണ്ട് ജനം പ്രാർത്ഥിക്കുമ്പോൾ ഹെരോദാവിന്റെ അടുത്ത് ഫസ്റ്റ് നൂതന അറിയില്ല. ഹെരോദാവ് ഉണ്ടാക്കി വെച്ച സംവിധാനത്തിനകത്ത് നൂതന അറിയാം. ഹെരോദാവ് ഉണ്ടാക്കി വെച്ച ചങ്ങല കഴിച്ചു. ഹെരോദാവ് അടച്ചിട്ട വാതിൽ തുറന്നു. ഹെരോദാവ് നിയമിച്ചാക്കിയ പടയാളികളെ തകർത്തു. ഹെരോദാവിനെ തൊട്ടാൽ മതി, അവന്റെ പദ്ധതികൾ തകരും. അങ്ങനല്ലേ നമ്മൾ കണ്ടേ? അവർക്ക് പദ്ധതി അറിയത്തില്ലല്ലോ. അവർക്ക് ഹെരോദാവിനെ അറിയാം. മുഴുവനത്തോടെ ദുരാത്മമണ്ഡലം ഇറങ്ങി നിൽക്കുന്ന
ദുരാത്മാവിന്റെ ഉപയോഗ വസ്തുവായി ഇപ്പൊ ഹെരോദാവിന് ആർക്കറിയാം? സഭയ്ക്കറിയാം. അപ്പൊ പിന്നെ അവനെ നോക്കിയാൽ മതി. അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച ഈ പാവ സഭ അറിഞ്ഞില്ല ഇത്ര വലിയ ഡെലിവറൻസ് ഉണ്ട്. മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ വിസ്മയം തോന്നത്തക്കവണ്ണം, ആശ്ചര്യം തോന്നത്തക്കവണ്ണം ഉള്ള ഒരു മറുപടിയെ സ്വീകരിക്കാൻ തയ്യാറാണ്. നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് അത് സാധ്യമാകത്തില്ലെന്ന് കുറെ കാലങ്ങളായി ഒരു രേഖയുണ്ട്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ കർത്താവിനോട് ദൂതനല്ല ഞേളത്ത് വലയത്. തമ്പുരാൻ എഴുതി തന്ന ഒരു രേഖ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒട്ടിക്കാൻ പോയി. ഈ ഉപവാസത്തിന്റെ 4ാമത്തെ പകൽ ദൈവമേ നിനക്ക് മറക്കാൻ കഴിയാത്ത ഒരു പകലാക്കി ദൈവം മാറ്റും. മഴയ്ക്ക് വേണ്ടി ഒരു വേളാമ്പലി കാത്തിരിക്കുന്നത് പോലെ, ഒരു വിടുതലിന് വേണ്ടി നീ കാത്തിരിക്കുന്ന ചില മേഖലകൾക്കകത്ത് അതിശക്തമായ ഒരു മഴ പെയ്യുന്ന പോലെ ഒരു പ്രവൃത്തി ആത്മാവിനെ കാണിക്കണം. ഇത് പകരത്തിനെ സ്വീകരിക്കണം. വരണ്ട് കിടക്കുക, വരണ്ട്. വിത്തില്ലാഞ്ഞിട്ടല്ല, വിത്തുകളുണ്ട്, വാക്തത്വങ്ങൾ അനവധിയുണ്ട്. വരൾച്ച മാറുന്നില്ല. വിത്തുള്ളത് കൊണ്ട് വരൾച്ച മാറണമെന്നില്ല. വിത്ത് കിടക്കുന്ന മണ്ണിൽ മഴ പെയ്യുമ്പോൾ ഒരു മഴയിലേക്ക് കൊണ്ടുവരുത്തിയാൽ ഈ ആലയത്തിൽ നിന്ന് പോകുമ്പോൾ നീ നനഞ്ഞു കുതിർത്താ പോകുന്നത്. ആ മഴ നിന്റെ മേൽ ആത്മാവിൽ പെയ്തറങ്ങും. നിന്റെ അകത്ത് വാക്തത്വമായി കിടക്കുന്ന വിത്ത് മുളപൊട്ടിയത് സജീവമായി പുറത്തു വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഉറവിടത്തെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പോരാളികൾ ശ്രദ്ധിക്കാൻ തയ്യാറാകുമ്പോൾ ആ ഉറവിടങ്ങളിൽ നിന്ന് ആ ശക്തി ഒരുക്കി വെച്ച സിറ്റുവേഷനകത്ത് പ്രാർത്ഥിക്കുന്നവർ പോലും അറിയാതെ ദുർഘടം. ദേവദാസനെ കർത്താവിനോടൊരു ദൂത് പറയാൻ പറയുന്നു. ഈ പ്രാർത്ഥന സഭയുടെ ഒരു വിടുതൽ ആകുമ്പോൾ തന്നെ ഈ സഭയിൽ ആരാധിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കകത്ത് വ്യക്തിപരമായ ചില വിടുതലുകളിലേക്ക് ഉപവാസം കഴിക്കാൻ പോകണം. ഈ 10 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ അവൻ ഈ ആണ്ടിന്റെ അവസാനം ദൈവം ചെയ്തതെന്ന് പറയുന്ന കുറെ സാക്ഷ്യങ്ങൾ ഈ സഭയിൽ പോകും. കേട്ടോ നമ്മളെ ദൈവം അങ്ങനെ ചെയ്യും കേട്ടോ. ഞാനിത് കൈവച്ചിരുന്നാണ് ചിലരൊക്കെ പറഞ്ഞു ചുമ്മാ പുള്ളിയെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും അടിച്ചു വിട്ട ചുമ്മാ അതൊക്കെ ഒരു അത് വരാതിരിക്കാൻ ഈ ജീവൻ വ്യാപരിക്കുന്നവർക്ക് ചേർത്ത് വെച്ചിരിക്കും. ഇതിവിടെ വെച്ചുകൊണ്ട് വന്ന് കോഴ്സ് പറയല്ലേ അങ്ങനെ അത്ഭുതങ്ങൾ തമ്മിൽ ചെയ്യാൻ പോകും. യാക്കോബിനെ പോലെ എന്നോട് മിച്ചം കഷ്ടപ്പാടുകളുണ്ട്. മിച്ചം അല്ലേ? കഷ്ടപ്പാടുകൾ കൈമുതലായിട്ട് ആ മനുഷ്യന് ഉള്ളതാണ് കഷ്ടപ്പാടുകൾ. കുടുംബമുണ്ടോ ഇവിടെ? ഇതുണ്ടോ? വന്നിട്ടുണ്ടോ? ഓക്കെ. അലഞ്ഞ മനുഷ്യൻ ഉയർച്ചാപടവുകളിൽ എത്തുവാൻ തക്കവണ്ണം തുറക്കപ്പെട്ട പല വഴികളും ചില മാനുഷിക ശക്തികൾ തന്ത്രപരമായി അടച്ച് കളഞ്ഞിട്ടും പരാതിയില്ലാതെ നിന്ന മനുഷ്യൻ. ചില സമയങ്ങളുണ്ട് കർത്താവേ, അന്ന് ആ വഴിയൊക്കെ ഞാൻ ഇങ്ങനെ കയറി വന്നിരുന്നെങ്കിൽ അല്ലേ, അങ്ങനൊരു വേദന ഉണ്ടാകും. ഇന്ന് ഒത്തിരി നേട്ടങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയ്ക്കൊക്കെ ഒത്തിരി മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തപ്പെട്ടു വന്നേ, കബളിപ്പിക്കപ്പെട്ടു. എന്നാൽ ആത്മാവ് പറഞ്ഞ ഈ 10 ദിവസം ഈ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ഈ ഉപവാസം അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു യാബോക്കിനെ കൊണ്ടുവരുന്ന
പ്രാർത്ഥനയാണ്. പേര് മാറ്റുന്ന ഒരു പ്രാർത്ഥന, ലെവൽ മാറ്റുന്ന ഒരു പ്രാർത്ഥന, സ്ഥിതി മാറ്റുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഈ പ്രയർ മാറാൻ പോകും. ഈ 4-ാം ദിവസം ദൈവപാസ് വന്നതുകൊണ്ടല്ല, ഈ ദൂത് പറയാൻ ദൈവനോട് പറഞ്ഞു. ഒരു പക്ഷെ നാളെ വരുന്ന ദൈവസന്മാരുടെയോ നാളെ കഴിഞ്ഞ് വരുന്ന ദൈവസന്മാരുടെയൊക്കെ ആയിരിക്കും അത് വെളിപ്പെടുന്നത്. പക്ഷെ ഈ 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്കുള്ളിൽ അത് വെളിപ്പെട്ടിരിക്കും. സ്തോത്രം 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 സ്തോത്രം. അവൻ മഴക്കാലം മൂടി നിൽക്കുന്ന മേഘത്തിനകത്ത് ഒരു വെളുത്ത മേഘം ഇങ്ങനെ ചലിച്ചു വരുന്നത് പോലെ ഒരാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ഞാൻ കാണുക. ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ ആത്മാവിലേക്ക് ഒരു നിയോഗം തരും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കാലങ്ങളായി ദുരാത്മാവ് വഞ്ചിച്ചു കെട്ടിയ മേഖലയുടെ കെട്ടുകളെ ഈ മീറ്റിംഗിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിക്കുകയാണ്. യാക്കോബിനെ പോലെ 2-ാം ഘട്ടത്തിലേക്ക്, ഒരു യാക്കോബിന്റെ ഘട്ടത്തിൽ നിന്ന് ആ ദൈവ മനുഷ്യൻ കയറി വരട്ടെ. അരാജകത്വങ്ങളും പരിമിതികളും ഈ പകൽ പൊളിയട്ടെ. പരിമിതികൾ ചില കുടുംബങ്ങളുടെ തലമുറകളെ പരിമിതികൾ പൊളിയട്ടെ. ചില തലമുറകളെ കടലിന് അക്കരെ അയച്ചിട്ടും ഇന്നും അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുക. അതാരത്? തലമുറകൾ പോയേക്കുക. പക്ഷേ അവര് രഹസ്യമായി വിളിച്ചു പറയാ, അമ്മേ പപ്പാ പ്രാർത്ഥിക്കണം, മുന്നേറ്റമില്ല, ലോക്ക് കിടക്കുക, പരിമിതി കിടക്കുക. ഈ ഉപവാസത്തിൽ നടക്കുന്ന വിടുതല് മൈലുകൾക്കപ്പുറത്തേക്ക് ആത്മാവിൽ ഒന്ന് വിടാമോ? ഒന്ന് വിടാമോ ഈ വിടുതലെ? നിന്റെ തലമുറയെ വെറുതെ ആ മണ്ണിൽ കൊണ്ടുപോയതല്ലോ, വെറുതെ ആ മണ്ണിൽ നിർത്തിയതല്ലോ, പരിധിക്കകത്ത് കിടന്ന് കറങ്ങാൻ വിട്ടതല്ലോ. എന്റെ മകൻ പരിധി പൊളിക്കുന്ന എംബേസിന്റെ പരിമിതികളെ പൊളിച്ച അപ്പന്റെ ജീവൻ ഇന്ന് പല തലമുറകളുടെ മേൽ ചലിക്കണം. ആ ദൂതിന് ഉത്തരവാദിത്തമുള്ളവരെ പിടിക്കണേ. ആ ദൂതിന്റെ ഉത്തരവാദിത്തക്കാർ ചിലവരുടെ ഇരിപ്പുണ്ട്. പുറംലോകമോ സഹവിശ്വാസിയെ അറിയാതെ നിങ്ങളുടെ തലമുറയുടേതായ വിഷയങ്ങൾ ഇന്ന് മാറും, നാളെ മാറും. ആ പരിമിതികൾ മാറുമെന്ന് പറഞ്ഞ് ഇതിനകത്തിരിക്കുന്ന നിന്നോട് ആത്മാവെന്ന് അറിയുന്നെങ്കിൽ അറിയട്ടെ, ഇന്ന് പകരം പൊളിക്കാൻ ഈ അന്തരീക്ഷത്തിനകത്ത് മൈലുകൾക്കപ്പുറത്ത് ഡെലിവറൻസ് നടത്തുക. അവരുടെ മുന്നേറ്റത്തെ കെട്ടിയ വേലിക്കെട്ടുകൾ ആത്മാ വഴിക്കട്ടെ. ദൂരെ ഇറങ്ങിയത് പൊട്ടിയ രഹസ്യ പ്രാർത്ഥനയ്ക്കകത്ത് മാത്രം നീ പ്രാർത്ഥിച്ചതും പരസ്യമായി പ്രാർത്ഥിക്കാൻ സഭയിലോ സഹവിശ്വാസികൾക്കോ കൈമാറാത്ത ആ വിഷയത്തിന്റെ മേൽത്തട്ട് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നല്ലോ. ഇവിടെ രഹസ്യമില്ല, ദൈവസഭയ്ക്ക് രഹസ്യമില്ല. ദൈവസഭയുടെ സകല രഹസ്യ മേഖലകളെയും വെച്ച
ഇടത്തോട് നോക്കുന്ന സഹോദരന്മാരെ കാണാം. ഇത് നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ ഇത്രയൊക്കെ കാണുകയില്ലേ. പക്ഷെ അകക്കണ്ണ് തുറന്നവർക്ക് ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതല്ലാത്ത ചില കാഴ്ചകളുണ്ട്, ഇതല്ലാത്ത ചില കാഴ്ചകളുണ്ട്, ഇതല്ലാത്ത ചില കാഴ്ചകളുണ്ട്. ഭൂമി സംബന്ധമായ ചില വിഷയങ്ങൾക്ക് ക്രയവിക്രയം നടത്താൻ ആഗ്രഹിക്കുന്ന ആരുമില്ലാത്തതുകൊണ്ട് ദിവ്യജനബന്ധി അൽക്കമനകസ്യ നിങ്ങൾക്കത് അസാധ്യമായിട്ട് കിടക്കുക കുറെ കാലങ്ങളായിട്ട്. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നു, സ്വർഗം അളവുനൂല് പിടിക്കാൻ അവിടെ ഇറങ്ങാൻ പോവാ. ദൂതന്മാർ അളവുനൂലുമായി ഇവിടെ ഇറങ്ങാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ആ മണ്ണിലേക്ക് അവരൊരു ചലനം നടക്കാതെ വേണം. ഇന്ന് വരെ ഒരു കറുത്ത മൂടുപടം വിരിച്ചിട്ടേക്കുന്ന പോലെ ആ പ്ലോട്ടിന്മേൽ കിടക്കുന്ന മൂടുപടങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആത്മാവിന്റെ കഥ അനുവദിച്ച അടുത്ത സെക്ഷൻ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങി